ശ്രീമദ് ഭാഗവതം ക്ലാസ് 158 സ്കന്ധം 7 10ാമത്തെ അധ്യായത്തിലെ പ്രഹ്ലാദന്റെ രാജാഭിഷേകവും ത്രിപുര ദഹനവുമാണ്. പ്രഹ്ലാദൻ ആരാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഭൂമി സൂര്യനെ ചുറ്റാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ആ ശക്തിയാൽ എന്ത് പറ്റും? ഭൂമിയിലുള്ള എല്ലാ സംഗതികളും തെറിച്ചു പോകും. നദികളും പർവ്വതങ്ങളും എല്ലാം തെറിച്ചു പോകും ആ ശക്തി കൊണ്ട്. അപ്പോൾ ആ ഘട്ടത്തിൽ ഏതോ ഒരു ശക്തി അതിനെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. ഭൂമിയെ നശിക്കാതെ ഗ്രഹങ്ങളെയെല്ലാം തെറിച്ചു പോകാതെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. ആ ശക്തിയാണ് നരസിംഹാവതാരമായിട്ട് അവതരിപ്പിച്ചത്. അപ്പോൾ ഭൂമിയിലുള്ള എല്ലാ സൗഭാഗ്യങ്ങളും നശിച്ചു പോകാതെ കിടക്കുന്ന ആ സൗഭാഗ്യത്തെയാണ് ഇവിടെ പ്രഹ്ലാദനായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. തെറിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തിയാണ് ഹിരണ്യകശിപു. അപ്പോൾ ആ ഹിരണ്യകശിപുവിനെ വധിച്ചിട്ട് ഭൂമിയെ സൂര്യന് ചുറ്റും കറക്കുന്ന ഒരവസ്ഥയിലേക്ക് ആക്കി. ഇനി ഒന്നിൽ ശ്രീ നാരദൻ പറയുകയാണ്, ബാലനായ പ്രഹ്ലാദൻ ഭക്തിയോർഗത്തിന് തടസ്സമായി വരുമെന്ന് ചിന്തിച്ചുകൊണ്ട് പുഞ്ചിരിയോടുകൂടി ഭഗവാനോടായി പറഞ്ഞു. കാരണം ഇനിയിപ്പം ഇവന് ബ്രഹ്മസാക്ഷാത്കാരത്തിനാണ് താല്പര്യം, പക്ഷേ കുട്ടിയോ ആണ്. പക്ഷേ സ്വാഭാവികമായിട്ട് അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ ബാക്കി നോക്കേണ്ട ഉത്തരവാദിത്വം ഇവൻ്റെ തലയിൽ വരുമെന്ന് ഈ ബാലൻ അറിയാം. അതുകൊണ്ടാണ് ചിരിച്ചുകൊണ്ട് ചോദിച്ചത്. ചിരിച്ചുകൊണ്ട് ചോദിച്ചതെന്ന് പറഞ്ഞാൽ ചോദിച്ചാൽ കിട്ടാനൊന്നും പോകുന്നില്ല. കാരണം അച്ഛൻ മരിച്ചാൽ മക്കളെ ഏറ്റെടുക്കേണ്ടതാണ്. ആ ശക്തി തീരുമാനിച്ചെങ്കിൽ എടുത്തേ പറ്റൂ, അല്ലാതെ ഇവൻ്റെ ഇഷ്ടപ്രകാരം ബ്രഹ്മസാക്ഷാത്കാരമൊന്നും കിട്ടില്ല. അതുകൊണ്ട് അവൻ ചോദിക്കുകയാണ്, ജനനാൽ തന്നെ വിഷയാശകളിൽ അഭിനിവേശമുള്ള എന്നെ ജനിക്കുമ്പം തന്നെ വിഷയങ്ങളിൽ ആശയമുണ്ടായിട്ടാണ് നമ്മളെ ജനിപ്പിക്കുന്നത്. നമ്മൾ ജനിക്കുമ്പോഴെല്ലാം തന്നെ ഭൗതികവാദിയായിട്ടാണ് ജനിക്കുന്നത്. നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം ആക്റ്റീവാണ്. അപ്പോൾ കാണുന്നതിന് താല്പര്യമുണ്ടാകും. ഇവനും അങ്ങനെ തന്നെയാണ്, ആശകളിൽ പെട്ടിട്ട് തന്നെയാണ് ജനിക്കുന്നത്. അങ്ങനെയുള്ള എന്നിൽ വരം തരട്ടെ എന്ന് ചോദിച്ചിട്ട് ആശയം ഉണർത്തുവാനാണോ അത് ചോദിച്ചത്? അതായത് വരം തരട്ടെ എന്ന് ചോദിച്ചാൽ വരം വേണോ എന്ന് ചോദിച്ചാൽ ഉടനെ അവനെന്താ ചിന്തിക്കുക? എനിക്ക് ഇന്ന വേണം എന്ന് പറയണം. അവൻ ആശയം ഉണ്ടായി. ആശയം ഉണ്ടായാൽ പിന്നെ ആത്മീയതക്ക് പറ്റിയതല്ല. അപ്പം വരം ചോദിക്കുമ്പോൾ തന്നെ ഇവന് മനസ്സിലായി, ഇതിനെ ആശയം ഉണ്ടാക്കിപ്പിച്ചിട്ട് എന്നെ ഈ ലോകത്തിലേക്ക് ഇറക്കി വിടാൻ വേണ്ടിയാണ്, ഭൗതിക ലോകത്തിലേക്ക്. പണ്ട് കാലനും നചികേതസോട് ബ്രഹ്മസാക്ഷാത്കാരത്തിനുള്ള വഴി ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുത്തെന്നാണ്. ആത്മീയം ചോദിച്ചപ്പോൾ, ബ്രഹ്മതത്വം ചോദിച്ചപ്പോൾ നിനക്ക് സ്വർഗം തരാം മറ്റേ തരാമെന്നെല്ലാം പറഞ്ഞ് പ്രലോഭിപ്പിക്കുകയാണ് ചെയ്തത്. അതുമാതിരിയാണോ എന്നാണ് ഈ ചോദിക്കുന്നത്. പാശ ഉണ്ടാക്കാൻ വേണ്ടിയാണോ വരം തരാമെന്ന് വരം വേണോ എന്ന് ചോദിച്ചത്? അവയുടെ സമ്പർക്കത്താൽ ഉണ്ടാകുന്ന ഭീതിയാൽ കഴിയുന്ന ഞാൻ, അങ്ങനെ ഒരു ആശയം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കുടുങ്ങിപ്പോകും എന്നതുകൊണ്ട് എപ്പോഴും ഭീതി വെച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. പേടിയോടുകൂടിയാണ് ജീവിക്കുന്നത്. എൻ്റെ വല്ല ആശയം ഉണ്ടായിപ്പോവുക എന്ന്. അങ്ങനെ കഴിയുന്ന ഞാൻ എന്തിനു വേണ്ടിയാണ്? മോക്ഷം ലഭിക്കാൻ വേണ്ടിയാണ് അങ്ങേ ശരണം പ്രാപിച്ചത്. എനിക്ക് ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മോക്ഷം നേടണം. ഇനി 3 നിൻ തിരുവടിയുടെ ഭക്തൻ്റെ ലക്ഷണം അറിയുവാൻ ഉദ്ദേശിച്ചാണ് ഞാൻ ഇത് പ്രവർത്തിച്ചത്. നിൻ തിരുവടിയുടെ ഭക്തൻ്റെ, അതായത് ഭക്തന്മാരെ എന്താണ് ചെയ്യുക? ബ്രഹ്മത്തെ മാത്രം ചിന്തിച്ചുകൊണ്ട്, ഈശ്വരനെ മാത്രം ചിന്തിച്ചുകൊണ്ട് എല്ലാം കളഞ്ഞിട്ട് പോകും. അങ്ങനെയുള്ള ഭക്തന്മാരുടെ മാർഗത്തെയാണ് ഞാൻ തിരഞ്ഞുകൊണ്ട് നടക്കുന്നത്, അല്ലാതെ ഭൗതിക സുഖത്തിൻ്റെ പിന്നാലെ നടക്കുന്ന ആൾക്കാരുടെയല്ല. അങ്ങനെയുള്ള എന്നെ ജനന മരണ ചക്രത്തിൻ്റെ ജനിക്കുകയും മരിക്കുകയും ചെയ്യുക. അപ്പം ആഗ്രഹം ഉണ്ടാക്കി പ്രേരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭൗതിക ലോകത്തിൽ അപ്പം ജനിക്കുകയും മരിക്കുകയും വേണം. എന്നിട്ട് എന്ത് പറയണം? എന്ത് പറ്റും? ഊരാക്കുടുക്കുകളായ വിഷയങ്ങളിൽ പ്രവേശിപ്പിക്കാനാണോ, എന്നിട്ട് ഊരാക്കുടുക്കിൽപ്പെടുത്താനാണോ ഈ കാലമാകുന്ന കാലചക്രത്തിൻ്റെ അല്ലെങ്കിൽ ഈ സംസാര ചക്രത്തിൻ്റെ ഊരാക്കുടുക്കിൽ, ആശകളാകുന്ന കുടുക്കിൽ പെടുത്താനാണ് വേണ്ടിയാണോ, അങ്ങനെ പ്രേരിപ്പിക്കാൻ വേണ്ടിയാണോ ഇത് എന്നോട് ചോദിച്ചത് വരം തരട്ടെ എന്ന്? കാരണം എല്ലാം വിട്ടുപോകുന്നതിന് വരത്തിൻ്റെ ആവശ്യമില്ല. 4 പറയാണ്,
ഭൃത്യലക്ഷണജ്ഞാനത്തിനല്ലെങ്കിൽ ഞാൻ അങ്ങയുടെ ഭൃത്യനായിട്ട് നിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഭൃത്യം എന്ന് പറഞ്ഞാൽ അങ്ങയെ തന്നെ ശരണം പ്രാപിച്ചുകൊണ്ട് കഴിയുന്നത്. അതിനല്ല എങ്കിൽ കാരുണ്യമൂർത്തിയായ അങ്ങേക്ക് അത് ചേർന്നതല്ല. ഞാൻ ആഗ്രഹിക്കുന്ന അങ്ങേക്കറിയാം അങ്ങയുടെ ഭൃത്യനാകാനാണ്. എന്നാൽ അതിനല്ല ഈ വരം ചോദിച്ചതെങ്കിൽ അങ്ങ് ചോദിച്ച തീരെ ശരിയായില്ല. എന്തെന്നാൽ അത്തരം വരം ചോദിക്കുന്നുവോ, ആര് അത്തരം വരം ചോദിക്കുന്നുവോ അവൻ അങ്ങയുടെ ഭൃത്യനല്ല. എന്തെങ്കിലും ആഗ്രഹം വെച്ച് ചോദിക്കുന്നവൻ ഒരിക്കലും അങ്ങയുടെ ഭൃത്യനല്ല. അവൻ കേവലം കച്ചവടക്കാരനാണ്. അപ്പം കച്ചവടക്കാരാണ് അദ്ദേഹത്തോട് എന്തെങ്കിലും ചോദിക്കുക, എനിക്ക് അത് വേണം ഇത് വേണം ഇന്ന വരം വേണമെന്നല്ല. അത് കച്ചവട സ്വഭാവമാണ്. അല്ലാതെ മറ്റാരും തന്നെ വരം ചോദിക്കില്ല. അങ്ങയുടെ ശരിയായ ഭൃത്യൻ ഒരിക്കലും വരം ചോദിക്കില്ല. ഇനി 5, പ്രഭുവിൽ നിന്നും തന്നെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചെടുക്കുന്നവൻ യഥാർത്ഥ സേവകനല്ല. ഒരു പ്രഭുവിൽ നിന്ന് എന്തെങ്കിലും ആഗ്രഹം ചോദിച്ചിട്ട് വാങ്ങുന്നവൻ ആ പ്രഭുവിൻ്റെ സേവകനല്ല. അവൻ കച്ചവടക്കാരനാണ്, അവൻ്റെ സ്വാർത്ഥതാൽപര്യത്തിലാണ്. സേവകനിൽ നിന്നും തന്നെ പ്രഭുത്വം ആഗ്രഹിച്ച് യാതൊരു പ്രഭു അവൻ്റെ ആ അഭിഷ്ടങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുന്നു, അവൻ പ്രഭുവുമല്ല. എന്നാൽ ആരെങ്കിലും ഞാൻ വലിയ മഹാനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കീഴെയുള്ള ഒരാൾക്ക് എന്തെങ്കിലും ആഗ്രഹം ചോദിക്കുന്ന ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ അവൻ പ്രഭുവല്ല എന്നാണ്, ഈശ്വരനല്ല. അപ്പം ഈശ്വരൻ ഒരിക്കലും ഒരുത്തൻ്റെയും ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാൻ നിൽക്കുന്നില്ല. നമ്മൾ ചോദിക്കുകയില്ല. ശരിയായ ഭക്തൻ ഈശ്വരനോട് ചോദിക്കുകയില്ല, ഈശ്വരനോട്ട് കൊടുക്കാനും പോകുന്നില്ല. കാരണം അത് വെറും കച്ചവടമാണ്. പിന്നെ എങ്ങനെയായിരിക്കണം? 6, ഞാൻ നിഷ്കാമനായ അങ്ങയെ സേവിക്കുന്ന ഭക്തനാണ്. ഞാൻ ഒന്നും ആഗ്രഹിക്കാതെ അങ്ങയെ സേവിക്കുന്ന ഭക്തനാണ്. നിൻ തിരുവടി ഭൃത്യ നിരപേക്ഷതയുള്ള യജമാനനാകുന്നു. അങ്ങ് എൻ്റെ യജമാനനുമാണ്. ഭൃത്യനിരപേക്ഷയുള്ള, ഭൃത്യനായിട്ടൊന്നും കാണാതെ തുല്യ ലെവലിൽ കാണുന്ന യജമാനന് സമാനമാണ്. രാജാവിൻ്റെ സേവകനും സേവനവും തമ്മിലുള്ള സംബന്ധം നമുക്ക് ഇവരുടെ പാടില്ല. രാജാവും സേവകനും തമ്മിലുള്ള ബന്ധം നമുക്ക് ഇടയിൽ പാടില്ല. ഏതില്? ഭക്തനും ആ ശക്തി വിശേഷം ഈശ്വരനും തമ്മിലുള്ള ബന്ധം രാജാവും സേവകനും തമ്മിലുള്ളത് പോലെയാകരുത്. രാജാവിനും സേവകനും എന്താണ്? ഗ്യാപ്പുണ്ട്. രാജാവ് ഉയർന്നവൻ, സേവകൻ താഴ്ന്നവൻ. അങ്ങനെ ആകരുത് ഞാനും അങ്ങയും തമ്മിലുള്ള. കാരണം ബ്രഹ്മസാക്ഷാത്കാരത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഞാൻ ബ്രഹ്മമാവുകയാണ്. അപ്പം പിന്നെ ബ്രഹ്മ എന്നെക്കാട്ടി മുകളിലല്ല, ഞാൻ ബ്രഹ്മത്തെക്കാട്ടിയും താഴെയുമല്ല. നമ്മൾ സമന്മാരാണ്, നമ്മൾ ഒന്നാവുകയാണ്. ബ്രഹ്മസാക്ഷാത്കാരത്തിൽ നമ്മൾ ബ്രഹ്മമായി മാറുകയാണ്. അപ്പോൾ പ്രഹ്ലാദൻ ശ്രീഹരിയായി മാറുകയാണ്. അപ്പോൾ അവിടെ അവർ തമ്മിൽ വലിപ്പം ചെറുപ്പം എന്നത് പാടില്ല. എന്നിട്ട് 7 നിന്തിരുവടി എനിക്ക് ആശിച്ച വരം തരുന്നുവെങ്കിൽ എൻ്റെ മനസ്സിൽ ആശകളില്ലാതാക്കുന്ന വരം ഞാൻ ഭരിച്ചു കൊള്ളാം. എന്തെങ്കിലും വരം തരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്ത് വരമാണ് വേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിൽ ഒരു ആശയം ഉണ്ടാക്കരുത്. ആശയുണ്ടായാൽ ബ്രഹ്മസാക്ഷാത്കാരം പറ്റില്ല. ആത്മീയതയുടെ ലക്ഷണം ആശയില്ലാതാവുകയാണ്. എല്ലാം വേണ്ടാന്ന് വെക്കണം. ആശയെടുത്ത് ദൂരക്കളയും. അതപ്പോഴാണ് വിരക്തി ഉണ്ടാകുന്നത്. അപ്പോൾ മാത്രമേ എന്തുണ്ടാവും? ആത്മീയത അവർക്കേ പറ്റുള്ളൂ. നമ്മുടെ ഉള്ളിലെല്ലാം പല ആശകളും കിടക്കുന്നതാണ്. നമുക്കൊന്നും ആത്മീയത പറഞ്ഞല്ല, നടക്കുന്ന കാര്യമില്ല. ശരിക്കും അതിനെ മനസ്സിലാക്കണം. ആത്മീയത എന്ന് പറഞ്ഞാൽ എല്ലാം ഉപേക്ഷിച്ചു പോവുകയാണ്. എല്ലാവരും നമ്മളീ കാണുന്ന ഈശ്വരനോട് പ്രാർത്ഥിക്കുന്ന ഇതെല്ലാം ഒരു തരം ജാടയാണ്. അതൊന്നും നടക്കാനും പോകുന്നില്ല. എന്നിട്ട് പറയാണ് യാതൊരു ആശയുടെ ഉൽപ്പത്തി നിമിത്തം, ആശയുടെ ഫലമായിട്ട് എന്താണ് ഉണ്ടാകുന്നത്? നമ്മൾ ഇന്ദ്രിയങ്ങൾക്ക് അടിമയായി തീരും. ഇന്ദ്രിയങ്ങളെ അടിമകളാകും, മനസ്സിൻ്റെ അടിമയാകും.
പ്രാണൻ ശരീരമെല്ലാം നശിക്കും, സദാചാരമില്ലാതാകും, ബുദ്ധി നശിക്കും, ധൈര്യമില്ലാതാകും, ലജ്ജ ഇല്ലാതാകും, ഐശ്വര്യം നശിക്കും, ഓർമ്മശക്തി നശിക്കും, സത്യം നശിക്കും, എല്ലാം നശിക്കും. അപ്പോൾ ആശ വന്നു കഴിഞ്ഞാൽ നമ്മൾ പോയി, ഭൗതികവാദിയായി. ഇനി 9 മനുഷ്യൻ്റെ ഹൃദയ ഗുഹയിൽ സ്ഥിതി ചെയ്യുന്നവനെ, അപ്പം പ്രഹ്ലാദൻ പറയാണ്, എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നവനെ, മനുഷ്യ മനസ്സിൽ സ്ഥലം പിടിച്ചിരിക്കുന്ന കാമങ്ങൾ എന്ന് ഉപേക്ഷിക്കുന്നുവോ അന്ന് മുതൽ ഭഗവത് സായുജ്യത്തിന് അർഹനായിത്തീരുന്നു. എപ്പോഴാണ് നമ്മളുള്ള ഉള്ളിലുള്ള കാമങ്ങൾ എടുത്ത് ദൂരെ കളയുന്നത്, നമ്മളെ ആഗ്രഹങ്ങളെല്ലാം എപ്പോഴും എടുത്ത് ദൂരെ കളഞ്ഞിട്ട് നമ്മളെ ഹൃദയം ശുദ്ധമാകുന്നു, ഒരു താല്പര്യം ഇല്ലാതാകുന്നുവോ അപ്പോൾ മാത്രമേ സായുജ്യം നേടുകയുള്ളൂ. അപ്പോൾ ആത്മീയ അവർക്കേ പറഞ്ഞിട്ടുള്ളൂ. 10 സമസ്ത അഷ്ടസിദ്ധി ഗുണങ്ങളോടുകൂടിയ സമസ്ത ഐശ്വര്യ അഷ്ടസിദ്ധി അഷ്ടഗുണങ്ങളോടുകൂടിയ അവയുടെയെല്ലാം ഉറവിടമായ ഉദാരമനസ്കനായ സമസ്ത പാപങ്ങളെയും സംഹരിക്കുന്നവനായ അഖണ്ഡ സഞ്ചിതാനന്ദ സ്വരൂപനായ പ്രപഞ്ച നിയന്താവായ നിത്യ ചൈതന്യമായ ആശ്ചര്യകരമായ നരസിംഹരൂപമൂർത്തിയുടെ രൂപത്തിന് ഈ രൂപം ധരിച്ച അങ്ങേക്ക് നമസ്കാരമെന്ന് പറഞ്ഞുകൊണ്ട് പ്രഹ്ലാദൻ അദ്ദേഹത്തെ സ്തുതിച്ചുകൊണ്ട് പ്രഹ്ലാദൻ പറഞ്ഞു നിർത്തി. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ നൃസിംഹൻ, അതായത് എനിക്ക് അങ്ങ് വരം ചോദിച്ചത് എന്നിൽ ആഗ്രഹം ഉണ്ടാക്കിയിട്ട് ഭൗതികതയുടെ പിന്നാലെ തിരിക്കാനാണോ, എങ്കിൽ അത് ശരിയായില്ല എന്നാണ് പറഞ്ഞത്. എനിക്ക് വേണ്ടത് എന്താണ്? അങ്ങേയായിട്ട് ബ്രഹ്മസായുജ്യം നേടുക. അപ്പം നൃസിംഹൻ പറയുന്നു, നിന്നെ പോലെയുള്ള ഭക്തന്മാർ ഒരിക്കലും പരലോക സുഖം എന്നോട് പ്രാർത്ഥിക്കുകയില്ല. അപ്പോൾ ഒരിക്കലും ഒരു ഭക്തൻ ആത്മീയതയിൽ തിരിക്കുന്നവർ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു ഇഹലോകത്തിലോ പരലോകത്തിലോ എവിടെയും എന്തെങ്കിലും സുഖം കിട്ടണമെന്ന് അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാൻ പാടില്ല. ഒരാഗ്രഹവും അദ്ദേഹത്തോട് ആവശ്യപ്പെടാത്തതാണ് ആത്മീയത. നമ്മളെല്ലാം ആത്മീയത എന്ന് പറഞ്ഞിട്ട് എന്തെല്ലോ കാട്ടിക്കൊടുക്കുന്നത് നമ്മളെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ അതൊന്നും ആത്മീയതയല്ല. യഥാർത്ഥ ഭക്തൻ ഒന്നും ചോദിക്കാൻ പാടില്ല. എങ്കിലും നീ ചോദിക്കുന്നില്ല, ശരി തന്നെ, എങ്കിലും നീ ഈ മന്വന്തരം മുഴുവൻ അസുര ചക്രവർത്തിമാർക്കുള്ള സുഖങ്ങൾ അനുഭവിച്ചാലും, എങ്കിലും നീ അസുര ചക്രവർത്തിയായിട്ട് ഈ മന്വന്തരം മുഴുവൻ കിട്ടുന്ന സുഖം അനുഭവിച്ച് ജീവിക്കണം. കാരണം അത് ഞാൻ തീരുമാനിക്കുന്നതാണ്. ഈ പറഞ്ഞതിനർത്ഥം നമ്മൾ സന്യസിക്കാൻ പോയാലും, നമ്മൾ മതി ഇതെല്ലാം വിട്ടിട്ട് പോകാമെന്ന് വെച്ചാലും നടക്കില്ല. കാരണം നമ്മളെ ജോലി തീരാതെ നമുക്ക് പോകാൻ പറ്റില്ല. നമ്മളെ സൃഷ്ടിച്ചത് ഒരു ജോലി ചെയ്യാനാണ്, അത് ചെയ്തിട്ട് പോകുക, അല്ലാതെ പറ്റില്ല. അതുകൊണ്ട് അർജുനൻ പറഞ്ഞ ഞാൻ സന്യസിക്കാൻ പോട്ടെ എന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? അതൊന്നും നടക്കുന്ന കാര്യമില്ല, നീ പോയിട്ട് യുദ്ധം ചെയ്തിട്ട് മറ്റന്മാരെ കൊല്ലുന്ന പറഞ്ഞു. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. നീ ഒന്നും ചോദിച്ചിട്ടില്ല, ശരി തന്നെ, ചോദിച്ചിട്ടില്ലെങ്കിലും നീ ഇവിടെ മന്വന്തരം കഴിയുന്നത് വരെ അസുരനായിട്ട് ജീവിച്ചിട്ട് സുഖമെല്ലാം അനുഭവിക്കണം, കിട്ടേണ്ട സുഖം അനുഭവിക്കണം. 12 എന്നെ സംബന്ധിച്ച കഥകൾ ആസ്വദിച്ചും. അപ്പോൾ എങ്ങനെ ജീവിക്കാം? എന്നെ സംബന്ധിച്ച കഥകളെല്ലാം ആസ്വദിച്ചുകൊണ്ട് സകല ചരാചരങ്ങളിലും വസിക്കുന്ന യജ്ഞങ്ങളുടെ അധിഷ്ഠാതാവായ ഏക ഈശ്വരനെ ആത്മാവിൽ ആവേശിച്ചു സകല ചരാചരങ്ങളിലും, ഹിന്ദുവായാലും മുസ്ലിമായാലും ക്രിസ്ത്യാനി ആയാലും ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും വൈശ്യനായാലും പട്ടിയായാലും പൂച്ചയായാലും പുല്ലായാലും കല്ലായാലും എല്ലാത്തിലും അധിവസിക്കുന്നത് ഈശ്വരൻ, ഒരൊറ്റ ഈശ്വരനാണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് യജ്ഞങ്ങളുടെ അധിഷ്ഠാതാവ്, ഈ നമ്മളീ ചെയ്യാൻ പോകുന്ന കർമ്മങ്ങളുടെ എല്ലാം അധിപൻ അദ്ദേഹമാണ്. നമ്മളെ സൃഷ്ടിച്ചത് അദ്ദേഹത്തിൻ്റെ കർമ്മം ചെയ്തു കൊടുക്കാനാണ്. അതുകൊണ്ട് ഈ കർമ്മങ്ങളുടെ അധിപനും അദ്ദേഹമാണ്. അത് ഏക ഈശ്വരനാണ്. അപ്പം ഈശ്വരൻ എന്ന് പറയുന്ന ഏകനാണ്. നമ്മൾ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് 30 കോടി ഈശ്വരന്മാരുണ്ട്. അത് ഈശ്വരനൊന്നുമല്ല, അത് ദേവതകൾ. അത് ഈശ്വരന്മാരുണ്ട്, അതെല്ലാം നമ്മളെ പോലെ തന്നെ ബലങ്ങളാണ്.
ഏക ഈശ്വരനായ എന്നെ ആത്മാവിൽ ആവേശിച്ചിട്ട് എന്നിൽ ഉറച്ച അർപ്പണ ബുദ്ധിയാൽ കർമ്മത്തെ ത്യജിച്ചു ഉപാസിക്കുക. എന്നിൽ മാത്രം മനസ്സർപ്പിച്ചുകൊണ്ട് കർമ്മത്തെ ഉപേക്ഷിച്ച് ഉപാസിക്കുക. ത്യജിച്ചിട്ട്, കർമ്മത്തെ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കായിട്ടുള്ള കർമ്മത്തെ ത്യജിക്കുക. കർമ്മം രണ്ട് തരത്തിലുണ്ട്. എനിക്ക് വേണ്ടിയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ആൾക്ക് വേണ്ടിയിട്ട് ചെയ്യാം. എനിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കർമ്മം. എനിക്ക് വേണ്ടിയിട്ടല്ല, ഞാൻ ചെയ്തു കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അത് എനിക്ക് വേണ്ടിയല്ല. ഇവിടെ ഈശ്വരനാണ് റോഡ് വെട്ടേണ്ടത്, ഈശ്വരനാണ് തെങ്ങ് നടേണ്ടത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ജോലിയുടെ ഭാഗമായി റോഡ് വെട്ടുന്നു, തെങ്ങ് നടുന്നു എങ്കിൽ ചിന്തിക്കേണ്ട എന്താണ്? ഇതൊന്നും എനിക്ക് വേണ്ടിയല്ല, ഈശ്വരന് വേണ്ടിയാണ്. അപ്പം അതിൻ്റെ കർമ്മഫലം ആർക്കാണ്? അങ്ങേർക്കാണ്. അതുമായിട്ട് എനിക്കൊരു ഉത്തരവാദിത്വമില്ല. ഇപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഈ പേനയൊന്ന് തുറന്നുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തുറന്നു കൊടുക്കും. അത് എൻ്റെ കർമ്മം, എനിക്ക് വേണ്ടിയുള്ള കർമ്മമല്ല, വേറെ ആർക്കുള്ളതാണ്. അതുപോലെ ചെയ്യണമെന്നാണ് പറയുന്നത്. നിന്റെ കർമ്മം, നിനക്ക് എന്ന ചിന്തയിലുള്ള കർമ്മം ഉപേക്ഷിക്കുക, എന്നിട്ട് എനിക്കായിട്ട് ചെയ്യുക. ഇനി 13 പറയുകയാണ്, സുഖാനുഭൂതിയുടെ പ്രാപിച്ച പുണ്യഫലത്തെയും അതോടൊപ്പം പ്രാപിക്കുന്ന പാപഫലത്തെയും അനുഭവിച്ചു തീർക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പം അതിൻ്റെ ഫലം കിട്ടും, ഗുണവും കിട്ടും, ദോഷവും കിട്ടും. അതിനെ നീ അനുഭവിച്ച് തീർത്തേ പറ്റൂ. അത് ജീവിതത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം കിട്ടും. നമ്മളൊന്നും ഇവനോട് പറഞ്ഞത് നീ എനിക്കായിക്കൊണ്ട് കർമ്മം ചെയ്യുക, എന്നാലും ഫലം കിട്ടും. എങ്ങനെയെന്നാൽ നമ്മളിപ്പോൾ ഒരു തെങ്ങ് നടുന്നത് അതിനു വേണ്ടിയാണെന്ന് ചിന്തിച്ച് കാണണം. ഒരു റോഡ് വെട്ടുന്നത് അതിനു വേണ്ടി, ലോക പുരോഗതിക്ക് വേണ്ടിയാണെന്ന് വിചാരിച്ച് ചെയ്യണം. പക്ഷേ ആ റോഡ് വെട്ടിക്കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് നടക്കാൻ പറ്റും. ആ തെങ്ങുന്ന് വീണ തേങ്ങ നമ്മൾ തന്നെ എടുത്തുനിന്ന് വരും. അതുകൊണ്ട് അങ്ങനെ കുറച്ച് സുഖദുഃഖങ്ങളിലെ കഷ്ടപ്പെടുമ്പോൾ ദുഃഖം ഉണ്ടാവും. ദുഃഖം വരുന്ന പോലെ സുഖവും വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് അതെല്ലാം നമ്മൾ അനുഭവിക്കാൻ വേണം. പക്ഷേ അങ്ങനെ ദേവലോകത്തിൽ പോലും പുകഴ്ത്തപ്പെട്ടലുമായി കാലത്തിൻ്റെ സമയമെത്തുമ്പോൾ ശരീരം വെടിഞ്ഞ് നീ എന്നെ പ്രാപിച്ചു കൊള്ളുക. അപ്പോൾ അങ്ങനെ നീ കർമ്മം ചെയ്യണം. നിനക്ക് വേണ്ടി എന്ന് വെച്ചിട്ടാകരുത്, എല്ലാം അതിനു വേണ്ടി എന്ന നിലയിൽ ചെയ്യണം. ഉദാഹരണമായിട്ട് അതിന് യഥാർത്ഥത്തിൽ അതിൻ്റെ ഫലം കിട്ടുന്ന ആർക്ക് തന്നെയാണ്? നമുക്ക് തന്നെയാണ്. കാരണം അതിന് ഈ ലോകം സൃഷ്ടിക്കുന്നത്, നല്ലൊരു സുന്ദരമായ ലോകം ഉണ്ടാക്കുന്ന അതിന് വേണ്ടിയിട്ടൊന്നുമില്ല. അതിനതിൻ്റെ ആവശ്യമൊന്നുമില്ല. അതിനതിൻ്റെ ആവശ്യമില്ല. ഉണ്ടാക്കിയാലും അത് അനുഭവിക്കുന്ന നല്ല നമ്മൾ തന്നെയാണ്. ഇപ്പോൾ ഇവനോട് പറയുന്ന രാജാവായിട്ട് ഇരിക്കാനാണ് പറയാൻ പോകുന്നത്. രാജാവായിട്ട് ഇരിക്കുമ്പോൾ എന്ത് പറ്റും? ഉച്ചയ്ക്ക് വിശക്കുമ്പോൾ കിട്ടുന്ന ഭക്ഷണം എന്തായിരിക്കും? നല്ലതായിരിക്കും. അതൊരു സുഖം നൽകുന്ന പരിപാടി തന്നെയാണ്. നമുക്ക് കിട്ടും അങ്ങനത്തെ ഭക്ഷണം. അപ്പോൾ രാജാവായിട്ട് ഇരിക്കുമ്പോൾ കിട്ടുന്ന ഭക്ഷണം നല്ല ഒന്നാം തരമായിരിക്കും. അത് അനുഭവിക്കാം, അതിലൊന്നും തെറ്റൊന്നുമില്ല അത്തരത്തിൽ. പക്ഷേ രാജാവായിരിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? ആ ഈശ്വരന് വേണ്ടിയാണ്. അപ്പം അങ്ങനെ കിട്ടുമ്പോൾ നീ അങ്ങനെ കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? അവസാന കാലം എത്തുമ്പോൾ നീ മരിക്കുമ്പോൾ എവിടെ പോയി ചേരും? എന്നിൽ വന്ന് ചേരും. അപ്പം നിൻ്റെ ജോലി തീർന്നാലേ നിനക്ക് ബ്രഹ്മസാക്ഷാത്കാരം കിട്ടൂ എന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മുടെ ധർമ്മം എന്താണ്? അതിനു വേണ്ടിയായിക്കൊണ്ട് ജീവിക്കുക. എൻ്റെ 14, എന്നെയും നിന്നെയും ചരിത്രത്തെയും സ്മരിച്ച് എന്നെ ഉദ്ദേശിച്ച് നിന്നാൽ ഗാനം ചെയ്യപ്പെട്ട സ്തോത്രത്തെ ഏത് മനുഷ്യരാൽ കീർത്തിക്കപ്പെടുന്നുവോ അവനും കർമ്മബന്ധനത്തിൽ നിന്നും മുക്തനാകും. അപ്പം നീ എന്നെപ്പറ്റി ഒരു സ്തോത്രം ചൊല്ലിയല്ലോ, എന്നെ വളർത്തിക്കൊണ്ട്. അപ്പം നിന്നെയും എന്നെയും ബന്ധിപ്പിച്ചിട്ടുള്ള ഈ സ്തോത്രം, ഈ പറഞ്ഞ കഥ ആര് പാരായണം ചെയ്യുന്നുവോ എന്നിട്ട് കീർത്തിക്കുന്നുവോ അവർക്കെന്ത് പറ്റും? അവരും ബന്ധനത്തിൽ നിന്ന്, ജീവന്തമാകുന്ന ബന്ധനത്തിൽ നിന്ന് മോചനം നേടും. 17 പ്രഹ്ലാദൻ പറയുകയാണ്, വരദാതാക്കളിൽ അധിപതിയായ അങ്ങിൽ നിന്നും ഈ ഒരു വരം വരിച്ചുകൊള്ളാം. അപ്പം അവൻ പറയുകയാണ്, വരദാതാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠ അങ്ങ് തന്നെയാണ്. അതുകൊണ്ട് ഒരു വരം ഞാൻ സ്വീകരിച്ചോളാം. എന്താണ് ആ വരം? എൻ്റെ പിതാവ് ഈശ്വര പ്രഭാവത്തെ അറിയാതെ, എൻ്റെ പിതാവ് എന്ന് പറഞ്ഞാൽ ഹിരണ്യകശിപു
ഈശ്വരൻ്റെ പ്രഭാവമൊന്നും അറിയാതെ അജ്ഞത കൊണ്ട് സകല ലോകത്തിലെയും ശക്തിമാനായ നിന്തിരുവടി, ഈ ലോകത്തിൻ്റെ മുഴുവൻ അധിപനായ നിന്തിരുവടിയെ സഹോദര ഘാതകനായിട്ട് കണ്ടിട്ട്, അവരുടെ സഹോദരൻ്റെ ഘാതകനായിട്ട് കണ്ടിട്ട് എന്ത് ചെയ്തു? കോപം മൂത്തിട്ട് അവഹേളിക്കുകയും ചെയ്തു. എനിക്കും പല വിദ്രോഹങ്ങളും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് അറ്റം കാണാതെ കുറ്റങ്ങൾ ചെയ്യുകയും അതിൻ്റെ ഫലമായി അങ്ങനെ ചെയ്തു, അങ്ങനെ കൊല്ലുകയും ചെയ്തു. അതുവഴിയുണ്ടായ ദുരിതത്തിൽ നിന്നും എൻ്റെ പിതാവ് സംശുദ്ധനാകണം. അങ്ങനെ അദ്ദേഹത്തിന് സംഭവിച്ച ആ സംഭവത്തിൻ്റെ ആ ദുരിതങ്ങളിൽ നിന്നും ഇപ്പോഴേ അദ്ദേഹത്തിന് എന്ത് വേണം? മോചിപ്പിച്ചിട്ട് ശുദ്ധനാക്കി മാറ്റിത്തരണം എന്ന ഒരു വരം മാത്രമേ അദ്ദേഹം ചോദിച്ചുള്ളൂ. എന്നിട്ട് പറഞ്ഞു, അങ്ങയുടെ അന്ന് കൊല്ലുന്ന സമയത്ത് തന്നെ അങ്ങയുടെ കടാക്ഷം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ കടാക്ഷത്താൽ തന്നെ അങ്ങ് ശുദ്ധമായിട്ടുണ്ട്, അതെനിക്കറിയാം. എങ്കിലും ഞാൻ എൻ്റെ നിലയിൽ ഞാൻ ചോദിക്കുകയാണ്. ഇപ്പം 18 ഭഗവാൻ പറയാണ്, നിന്റെ പിതാവ് 21 തലമുറകളോടൊത്ത് ശുദ്ധനായിട്ട് കഴിഞ്ഞു. അതായത് 21 തലമുറ, അയാൾ മാത്രമല്ല, അയാളെ പഴയ 21 തലമുറയും ശുദ്ധമായി കഴിഞ്ഞു. കാരണം അദ്ദേഹത്തിൻ്റെ വംശത്തിൽ നീ പിറന്നതുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിൽ നിന്നെപ്പോലെ ഒരുത്തൻ, ശുദ്ധമായ നിന്നെപ്പോലെ ഒരുത്തൻ ജനിച്ചതുകൊണ്ട് 21 തലമുറ പോലും ശുദ്ധമായി. അതായത് അത്രയും നല്ല മഹാന്മാർ അപൂർവേ ഉണ്ടാവുകയുള്ളൂ. എൻ്റെ 19 പറയാണ്, സംയമനവും സമദർശികളും. സമദർശി എന്ന് പറയുമ്പോൾ നല്ലോണം ആലോചിച്ചോളണം. എല്ലാറ്റിലും ബ്രഹ്മത്തെ ദർശിക്കുക. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനിയായാലും ബ്രാഹ്മണനായാലും ഇതെല്ലാം ആയാലും എല്ലാത്തിലും സമദർശിയും നല്ല സദാചാര നിഷ്ഠനുമായ എൻ്റെ ഭക്തൻ. അപ്പം വേദം പറയുന്ന ഭക്തിയുടെ ലക്ഷണം ഇതാണ്. എല്ലാറ്റിലും ബ്രഹ്മത്തെ കാണാൻ പറ്റണം. അല്ലാതെ അവ ഹിന്ദു അവ മുസ്ലിം ഇതൊന്നും പറയുന്നവര് ഭാഗവതം പറയുന്ന ഭക്തരല്ല, ആത്മീയവാദികളല്ല. അവരെല്ലാം വേറെ ഏതോ വിഭാഗം. ഭക്തർ ഉള്ള ദേശം, അങ്ങനെ ഏതെങ്കിലും ഒരാൾ ഒരു ദേശത്തിലുണ്ടെങ്കിൽ ധർമാചരണമില്ലാതെ കീടപ്രദേശമായാലും പരിശുദ്ധമായിട്ടുണ്ട്. അങ്ങനെ ഒരു വ്യക്തി ഒരു ദേശത്തുണ്ടെങ്കിൽ ആ ദേശം തന്നെ എത്ര തല്ലിപ്പൊളി ദേശമാണെങ്കിലും അതെന്തായിത്തീരും? പരിശുദ്ധമായി തീരും. ഇനി 20, എന്നിൽ ഭക്തി അർപ്പിച്ച് കാമനകൾ അകന്നവൻ. എന്നിൽ ഭക്തി അർപ്പിച്ച് കാമനകൾ അകന്നവൻ. അതായത് ഭക്തി, ശരിയായ ഭക്തി, ഈശ്വരഭക്തി, ഈ വേദം പറയുന്ന ആത്മീയത എന്താണെന്ന് വെച്ചാൽ എല്ലാ പ്രാണികളെയും എന്നെ ദർശിച്ചിട്ട് അങ്ങനെ ഭക്തിയുള്ളവൻ. എന്നിൽ ഭക്തി അർപ്പിച്ച് കാമനകൾ അകന്നവൻ. ഞാൻ നീ എന്ന ഭാവം വിട്ട് എന്നിൽ ഭക്തി അർപ്പിച്ചവൻ. അതായത് ഭാഗവതം പറയുന്ന ഭക്തന്റെ ലക്ഷണം എന്താണ്? അവൻ എല്ലാ പ്രാണികളിലും എന്നെ ദർശിക്കും. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനിയായാലും ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും മനുഷ്യനെ പട്ടിയും പൂച്ചയല്ല എല്ലാം ആയാലും, കല്ലായാലും മണ്ണായാലും ചെടിയായാലും ആർക്കമുള്ള സ്ത്രീ ആയാലും അല്ലാത്ത സ്ത്രീ ആയാലും എല്ലാറ്റിലും എന്നെ ദർശിച്ച് അവൻ എന്ത് ചെയ്യും? അവരെ ഉപദ്രവിക്കില്ല. ആരെയും ഉപദ്രവിക്കില്ല. കാരണം എല്ലാവരും ആ ബ്രഹ്മം തന്നെയാണ്. അതാണ് വേദം അല്ലെങ്കിൽ ഭാഗവതം പറയുന്ന ആത്മീയതയുടെ ലക്ഷണം. 21 പറയുന്നു, ലോകത്തിൽ നിന്നെ പിന്തുടരുന്നവരും എൻ്റെ ഭക്തരാണ്. അതായത് പ്രഹ്ലാദനെ പോലെയുള്ള ആൾക്കാരെ പിന്തുടരുന്നവരും അവൻ്റെ ഭക്തരാണ്. നീ അവരുടെ പ്രാതിനിധ്യം വഹിക്കുന്നു. അതിൻ്റെ നേതാവ് നീയുമാണ്. ഇനി 22, നീ അതുകൊണ്ട് എന്ത് ചെയ്യണം? എൻ്റെ ശരീരസ്പർശത്താൽ എല്ലാ പ്രകാരത്തിലും സംശുദ്ധനായ നിന്റെ പിതാവിൻ്റെ ശേഷക്രിയകളെ നിർവഹിക്കുക. അപ്പം ഞാൻ യുദ്ധം ചെയ്യുമ്പോഴാണെങ്കിലും അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടിയിട്ടാണെങ്കിലും അദ്ദേഹത്തെ സ്പർശിച്ചുകൊണ്ട് നിന്റെ പിതാവ് എന്തായിട്ട് ശുദ്ധനായി തീർന്നു. അതുകൊണ്ട് നീ പോയിട്ട് അങ്ങേരെ ശേഷക്രിയകൾ ശരീരത്തിലെടുത്ത് മറവിയാണ്, അല്ലാതെ കിടക്കുകയല്ലേ. എന്നിട്ട് പറയുകയാണ്, ഉത്തമ പുത്രന്മാരുണ്ടായാൽ പുണ്യലോകത്തെ പ്രാപിക്കും. പുത്രൻ നല്ലതായി കഴിഞ്ഞാൽ തന്നെ അച്ഛന് പുണ്യലോകമാണ് കിട്ടുക. 23, തുടർന്ന് നീ പിതാവിൻ്റെ സ്ഥാനമേൽക്കുക. എന്നിട്ട് നീ എന്ത് വേണം? പിതാവിൻ്റെ സ്ഥാനമേൽക്കണം, രാജാവ്. അപ്പം ഇവനാഗ്രഹം ബ്രഹ്മസാക്ഷാത്കാരം. പക്ഷേ
ഭഗവാൻ പറയുന്നത് എന്താണ്? നീ പോയിട്ട് ആ രാജ്യഭരണം നോക്ക്. അതായത് നമ്മൾ സന്യസിക്കാൻ പോയാൽ നമ്മളിപ്പോൾ ഓരോ പ്രഭാഷണത്തിൽ എന്താ പറയുക, എല്ലാവരും ഓരോ ഇങ്ങോട്ട് വരും, ജീവിതത്തിന്റെ ലക്ഷ്യം ബ്രഹ്മസാക്ഷാത്കാരമാണെന്ന് വിളിച്ചു കൊണ്ടുപോവുകയാണ്. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? ഇവൻ തലകുത്തി നിന്നിട്ട് ഇവനോടെന്താ പറയുന്നത്? നിന്റെ ജോലിയൊന്നും തീർന്നിട്ടില്ല, പോയി ആ രാജ്യഭരണം ഏറ്റെടുക്കുക, സ്ഥാനമേൽക്കുക, വേദജ്ഞരായ ഋഷികൾ ഉപദേശിക്കുന്നതനുസരിച്ച്. അപ്പം വേദത്തിൽ പറയുന്ന, അതായത് വേദശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് നീ ഭരണം നടത്തേണ്ടത്. എന്നിൽ മനസ്സർപ്പിച്ചു ചെയ്യുന്നതെല്ലാം എനിക്ക് വേണ്ടിയായിരിക്കണം. എന്നിൽ കർമ്മഫലം അർപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്താലും അതിന്റെ ഫലം നിനക്കാണ്. ഞാൻ രാജാവായിട്ട് ഭരിക്കുന്നു, ജനങ്ങളെ കൊണ്ട് റോഡ് വെട്ടിക്കുന്നു, അത് ചെയ്യിക്കുന്നു, പുരോഗതി ചെയ്യിപ്പിക്കുന്നു. അതെല്ലാം ആർക്ക് വേണ്ടി? എനിക്ക് വേണ്ടി. കാരണം ആ ശക്തിക്ക് ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കണം. അതിനാണ് നമ്മളെല്ലാം സൃഷ്ടിക്കുന്നത്, ഒരാളെ രാജാവാക്കുന്നത്. അയാളുടെ ജോലി അതിനനുസരിച്ച് ലോകം പുരോഗതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അത് എന്നിൽ മനസ്സർപ്പിച്ച് കർമ്മഫലവും ആർക്ക് തന്നെയാണ്? അതിന് തന്നെയാണ്. കർമ്മം ചെയ്യുന്നവർക്ക് വേണ്ടിയാണ്, അയാൾക്ക് വേണ്ടിയാണ്. അപ്പം അതിൻ്റെ ഫലവും അതിൻ്റെ അവകാശം ആർക്കാണ്? ഇപ്പം ഞാൻ ഒരാളെ വിളിച്ചിട്ട് തെങ്ങ് കടിപ്പിച്ച് കഴിഞ്ഞാൽ ആ തെങ്ങിൻ്റെ തേങ്ങ അവകാശമാർക്കാണ്? എനിക്കാണ്. അതുപോലെ ആ ശക്തിയാണ് രാജാവിനെ ആക്കിയിട്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫലം ആർക്ക് തന്നെയാണ്? രാജാവിന് തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ കർമ്മം ചെയ്യുക. എൻ്റെ 24 നാരദൻ പ്രഹ്ലാദൻ ഭഗവാൻ അരുളി ചെയ്തതുപോലെ പിതാവിൻ്റെ മരണാനന്ത ക്രിയകളെല്ലാം ചെയ്തിട്ട് ബ്രാഹ്മണർ ആ രാജ്യത്തിൻ്റെ അഭിഷേകം ചെയ്യപ്പെട്ടു. ബ്രാഹ്മണരെല്ലാം വിളിച്ചിട്ട് ബുദ്ധിയുള്ള ആൾക്കാരെ ശാസ്ത്ര നിയമപ്രകാരം അദ്ദേഹത്തെ രാജാവാക്കി. ഇനി 25 ദേവാദികളിൽ പ്രമുഖനായ ബ്രഹ്മദേവൻ. ഇപ്പം ബ്രഹ്മദേവനെല്ലാം വന്നിരുന്നുവല്ലോ. കാരണം ഈ നരസിംഹമൂർത്തി ആകെ ചൂടായിട്ട് നിൽക്കുന്ന കണ്ടുകൊണ്ടാണ് ദേവന്മാരെല്ലാം ഈ പ്രഹ്ലാദനെ വിട്ടിട്ട് സ്തുതിപ്പിച്ചത്. അപ്പം ഇപ്പോൾ എന്തായി? ശ്രീഹരി ശാന്തനായി കണ്ടു. അപ്പം ബ്രഹ്മദേവൻ ശ്രീഹരി ശാന്തനായിട്ട് കണ്ടിട്ട് അദ്ദേഹം സ്തോത്രം ചൊല്ലുകയാണ്. ചൊല്ലിക്കൊണ്ട് പറഞ്ഞു. ഈ സ്തോത്രം ചൊല്ലുക എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്തോത്രം ചൊല്ലുക എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹങ്ങൾ പറയുകയല്ല. അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചോദിക്കാൻ പാടില്ല. എന്താണ് സ്തോത്രം? ഈ പ്രപഞ്ച രഹസ്യം മുഴുവൻ മനസ്സിലാക്കുക, ചൊല്ലി അർത്ഥം മനസ്സിലാക്കുക. അപ്പോൾ വേദമന്ത്രങ്ങളിലെ സ്തോത്രങ്ങൾ ഒരു ദൈവത്തെ പറ്റി ഒന്ന് സ്തുതിക്കുന്നുണ്ടെങ്കിൽ ആ ഈശ്വരൻ്റെ വർണ്ണനകളാണ്. ഏതുപോലെ എന്നാൽ ക്ലാസ്സിൽ ഇപ്പോൾ ഹൈഡ്രജനെ പഠിപ്പിക്കുമ്പോൾ അധ്യാപകം പറയും ഹൈഡ്രജന് ഭാരം കുറവാണ്, അതിൽ ഇലക്ട്രോണോ ഒരു പ്രോട്ടോണോ ഉള്ളത്, അത് ബലൂണിൽ നിറച്ചാൽ പൊന്തിപ്പോകും. ഇങ്ങനെ പറയുന്ന മാതിരിയേ ഉള്ളൂ. അല്ലാതെ അതിൽ കയറിയിട്ട് ഈശ്വരനെ സ്തുതിക്കുക വേറെ ഒന്നുമല്ല. നമ്മുടെ ആഗ്രഹം പറയലുമല്ല സ്തുതി. അപ്പം ബ്രഹ്മദേവൻ ഇവിടെ എന്താണ് പറയുന്നത്? ദേവാദിദേവ, എല്ലാറ്റിൻ്റെയും ദേവനായ അങ്ങേ അന്തരാത്മയായി ഇരിക്കുകയാണ്. അത് എല്ലാവരുടെയും ഉള്ളിലിരിക്കുകയാണ്. ജീവരാശിയുടെ സൃഷ്ടാവാണ്. നീയാണ് ജനങ്ങളെ. ആ തത്വം പറയാണ്. ഹൈഡ്രജൻ വാതകമാണ്, അതിൽ ഒരു ഇലക്ട്രോൺ. ആ തരത്തിലാണ് ഇവിടെ പറയുന്നത്. ജീവരാശിയുടെ സൃഷ്ടാവെ, ലോകത്തിന് സന്താപകാരിയായ ആ പാപി ഭഗവാൻ, ആ പാപിയെ ഭഗവാൻ വധിച്ചു. ഭാഗ്യം. അങ്ങെന്ത് ചെയ്തു? ആ പാപിയായ ഹിരണ്യകശിപിനെ വധിച്ചു. അത് വലിയൊരു ഭാഗ്യമായി തീർന്നു നമുക്ക്. എന്നിട്ട് 27 പറയാം, എന്നിൽ നിന്നും വരം ലഭിച്ച അവൻ, ഞാനാണ് അവന് വരണം കൊടുത്തത്. സൃഷ്ടികളാൽ വധിക്കപ്പെട്ടാത്തവനായിട്ട് മാറി ഞാൻ സൃഷ്ടിച്ച ഒന്നിൽ നിന്നും അവന് മരണമില്ല എന്ന വരമാണ് ഞാൻ കൊടുത്തത്. എന്നിട്ട് അവനെന്ത് ചെയ്ത്? തപസ്, യോഗസിദ്ധി, ദേഹബലം എന്നിവയാൽ ഗർഭിഷ്ഠനായി വേദോക്ത ധർമ്മങ്ങളെ നശിപ്പിച്ചു. അവൻ വേദത്തിനെതിരായിട്ട് അരാജകമായ ഭരണം നടത്തി. 28 ഭഗവാൻ അദ്ദേഹത്തിൻ്റെ പുത്രനും സസ്വഭാവിയും വലിയ ഭഗവത് ഭക്തനുമായ ബാലനെ മരണത്തിൽ നിന്ന് രക്ഷിച്ചു. ഭഗവാൻ എന്ത് ചെയ്തു? അവൻ്റെ പുത്രൻ നല്ലൊരുത്തനാണ്, അവനെ പ്രഹ്ലാദനെ രക്ഷിച്ചു. ഇപ്പോൾ അവൻ അങ്ങയെ ശരണം പ്രാപിച്ചു എന്നതും വലിയ സൗഭാഗ്യം തന്നെ. ഇപ്പോൾ അവൻ അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുക, അതും വലിയൊരു കാര്യം തന്നെ. 29 പറയുകയാണ്, അങ്ങയുടെ നരസിംഹരൂപം ഏകാഗ്രചിത്തനായിട്ട് ധ്യാനിക്കുന്നവരുടെ ഭയമെല്ലാം അകലും. പോരാതെ മരണസമയത്ത്
ഈ രൂപത്തെ ധ്യാനിച്ചു കഴിഞ്ഞാൽ മൃത്യുദേവനിൽ നിന്ന് പോലും രക്ഷ നേടും എന്ന് പറയുകയാണ്. ഇവിടെ നമ്മളൊരാൾ മരിക്കാൻ കിടക്കുമ്പോൾ ഈ രൂപത്തെ ധ്യാനിച്ചാൽ മൃത്യുവിൽ നിന്ന് മറികടക്കില്ല എന്നുള്ള ഏത് കൊച്ചു കുട്ടിക്കും അറിയാം. എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മൾ ബ്രഹ്മസാക്ഷാത്കാരം ആ രൂപത്തെ മനസ്സിലാക്കിക്കൊണ്ട് ആ ബ്രഹ്മത്തിൽ ലയിക്കാൻ വേണ്ടി ശ്രമിച്ച് ബ്രഹ്മസാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാൽ പിന്നെ മരണമില്ല. നമ്മൾ ബ്രഹ്മത്തിൽ ലയിച്ചു, പിന്നെ ശരീരം അവിടെ കിടന്നിട്ട് അങ്ങ് ദ്രവിച്ചു പോയുള്ളൂ, പിന്നെ മരണമില്ല എന്നാണ് ആ അർത്ഥത്തിൽ അതിനെ എടുക്കണം. ഇപ്പം 30 നരസിംഹമൂർത്തി പറയുകയാണ്, അസുരന്മാർക്ക് ഇത്തരം വരം അങ്ങ് കൊടുക്കരുത്. അങ്ങ് ഒരിക്കലും ഇങ്ങനത്തെ അസുരന്മാർക്ക് ഇത്തരം വരം കൊടുക്കരുത്. കാരണം അസുര സ്വഭാവമുള്ള ക്രൂര അസുരന്മാർ, അതായത് സ്വാഭാവികമായിട്ട് ക്രൂര സ്വഭാവമുള്ള ഇത്തരം അസുരന്മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് പാമ്പിന് പാല് കൊടുക്കുന്നതിന് സമാനമാണ്. ഇത് 31 പറയുകയാണ് ശ്രീനാരദൻ. അങ്ങനെ ശ്രീഹരിയെ ഇപ്രകാരം പറഞ്ഞ ശേഷം ബ്രഹ്മാവിനാൽ പൂജിതനായിട്ട് എല്ലാവരും നോക്കി നിൽക്കാൻ തന്നെ അപ്രത്യക്ഷനായി. ശ്രീഹരി അപ്രത്യക്ഷനായി. 32 അതിനുശേഷം പ്രഹ്ലാദൻ ഭഗവാന്റെ ഭൂതന്മാരായ ഹംസഭൂതന്മാർ, ഭൂതം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങൾ, ഖരദ്രവ വാത ഊർജം അഗ്നി, അല്ല ആകാശം, ഇതാണ് ഭൂതങ്ങൾ. അതുപോലെ തന്നെയുള്ള ഭൂതങ്ങളാണ് നമ്മളെല്ലാം അതിനെ കൊണ്ട് നിർമ്മിച്ചതാണ്. അതുപോലെ തന്നെയുള്ളതാണ് ഈ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെല്ലാം. അപ്പം അംശഭൂതന്മാരായ, അപ്പം നമ്മളീ കാണുന്ന ദേവതകളെല്ലാം ആ ഏകമായ ഈശ്വരനിൽ നിന്ന് വന്നതാണ്. നമ്മളെല്ലാം അതിൽ നിന്ന് വന്നതാണ്. അപ്പം നമ്മളെപ്പോലെയുള്ളത് തന്നെയാണ് ഈ ഭൂതങ്ങളിൽ പെട്ടതാണ് ഈ ബ്രഹ്മാവ്, രുദ്രൻ, പ്രജാപതി, ദേവന്മാർ. അപ്പം ഇവരെയെല്ലാം അദ്ദേഹം ശിരസ് കൊണ്ട് വണങ്ങി. ആര്? പ്രഹ്ലാദൻ. അവരെയെല്ലാം വണങ്ങി. എന്നിട്ട് 33 പറയാണ്, അനന്തരം ബ്രഹ്മാവും ശുക്രാചാര്യരും കൂടിയിട്ട് പ്രഹ്ലാദനെ ദിതിവംശകരുടെ അഥവാ അസുരന്മാരുടെ നേതാവായിട്ട് വാഴിച്ചു. ഇത് 34. പിന്നെ ബ്രഹ്മാദി ദേവതകളെല്ലാം പ്രഹ്ലാദനെ അഭിനന്ദിക്കുകയും ആശീർവദിക്കുകയും ചെയ്ത ശേഷം അവരവരുടെ ലോകത്തേക്ക് പോയി. പിന്നെ 35 പറയാണ്, മഹാവിഷ്ണുവിൻ്റെ പാർശ്വതന്മാരായ ജയവിജയന്മാർ ഇപ്രകാരം ദിതിദേവിയുടെ പുത്രഭാവത്തെ പ്രാപിച്ച് ശത്രുത ഉള്ളവരായിക്കൊണ്ട് മഹാവിഷ്ണുവിനാൽ വധിക്കപ്പെട്ടു. അപ്പം ആ കഥ പണ്ട് പറഞ്ഞതാണ്. വിഷ്ണുവിൻ്റെ കാവൽക്കാരായിരുന്നു ജയവിജയന്മാർ. അവരൊരു ശാപം കൊണ്ടാണ് ഈ യുഗത്തിൽ എന്തായി മാറിയത്? ഹിരണ്യാക്ഷനും ഹിരണ്യകൗശികുമായിട്ട് മാറിയത്. ഏത് സമയത്ത്? സൃഷ്ടി സമയത്ത്. ആ ശാപം കൊണ്ട്. 36 പറയുന്നത്, സനകാദികളുടെ ശാപം കൊണ്ട് വീണ്ടും അവർ, അപ്പം പിന്നെയും ജനിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിന്നെ കുംഭകർണനും രാവണനുമായിട്ട് എന്ന 2 അസുരന്മാരായിട്ട് ജനിച്ചു. പിന്നെയും കുറേ പ്രാവശ്യം ജനിച്ചിട്ട് വേണം പിന്നെ മോക്ഷം കിട്ടാനാണ് ശാപം. അപ്പം അവർ തന്നെയാണ് രാമകാലഘട്ടത്തിൽ കുംഭകർണനും രാവണനുമായി എന്ന അസുരന്മാരായിട്ട് വന്നത്. എന്നിട്ട് അവരെ 2 പേരെയും ശ്രീരാമചന്ദ്രൻ വധിച്ചു. പിന്നെ 37 പറയാണ്, ശ്രീരാമൻ്റെ ബാണമേറ്റിട്ട് ഹൃദയം പിളർന്ന് അവർ ഭൂമിയിൽ വീണു. എന്നിട്ട് അവിടെ വീണെടുത്തുനിന്ന് തന്നെ അവർ എന്ത് ചെയ്തു? അതിനു മുൻപ് കഴിഞ്ഞ ജന്മത്തിൽ ഉണ്ടായതുപോലെ നിൻതിരുവടിയിൽ ഊന്നിയ ചിത്തത്തോടു കൂടിയവരായിട്ട്. അപ്പം ഭൂമിയിൽ വീണപ്പോൾ പൂർവ്വജന്മത്തെ ഓർത്തുകൊണ്ട്, പൂർവ്വജന്മത്തിലെ പോലെ ആ നിൻതിരുവടിയെ തന്നെ ചിത്തത്തിൽ ഓർത്തുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് എന്ത് ചെയ്തു? ആ ഭൗതിക ശരീരത്തെ ഉപേക്ഷിച്ചു. എന്നിട്ട് അപ്പം രാമകാലഘട്ടത്തിൽ അത് കഴിഞ്ഞിട്ട് 38 പറയാണ്, പിന്നെ ശിശുപാലനായും ദന്തവക്രനായും വീണ്ടും ജനിച്ചു. ഏതിൻ്റെ? കൃഷ്ണൻ്റെ കാലഘട്ടത്തിൽ. ആ കഥയെല്ലാം പിന്നീട് പറയും. അവരിരുവരും കൃഷ്ണനിൽ ശത്രുത വെച്ചുകൊണ്ട് എപ്പോഴും ശത്രുത വെക്കും. അവിടെ വെച്ച് അങ്ങ് കണ്ടു നിൽക്കെ തന്നെ സായുജ്യം കൂടി. അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് തന്നെയാണ് സായുജ്യം കൂടിയത് അവരെയും വധിച്ചപ്പോൾ. പിന്നെ 39 പറയാണ്,
കൃഷ്ണനാൽ വിദ്വേഷമുള്ളവരായ രാജാക്കന്മാർ മുൻപ് ചെയ്യപ്പെട്ട പാപം ഏതോ അതൊക്കെയും പരിഹരിച്ചു. അപ്പം മുമ്പെന്തെങ്കിലും പാപം ചെയ്തതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ് ഇതെല്ലാം. അപ്പം അവരുടെ പാപമെല്ലാം എങ്ങനെ പോകുന്നു? കൃഷ്ണൻ വധിക്കുമ്പോൾ കൃഷ്ണൻ്റെ അടുത്ത് കൂടിയിട്ടാണല്ലോ, കൃഷ്ണൻ തന്നെ വധിക്കുകയല്ലേ. അപ്പോൾ കൃഷ്ണൻ സ്പർശിച്ചിട്ടാണല്ലോ. അതുകൊണ്ട് എന്ത് പറ്റുന്നു? അവർക്കെല്ലാം സായുജ്യം കിട്ടുന്നു. ഏതുപോലെ ഒടുവിൽ വേട്ടാളിൻ്റെ പുഴുവെ പോലെ, വലയിൽപ്പെട്ട പുഴു എന്താവും? അവിടെ നിന്ന് തന്നെ ദ്രവിച്ച ശരീരം ഇല്ലാതെയാവും, ബാക്കി ആത്മാവെന്ന് പോകും. ഇനി 40 ഭേദഭാവമില്ലാത്ത ഭഗവാൻ ഭക്തി കൊണ്ടെന്ന പോലെ, ഭേദഭാവമില്ലാത്ത ഭഗവത് ഭക്തി കൊണ്ടെന്ന പോലെയാണ്. എങ്ങനെയാണ് മോക്ഷം ലഭിക്കുക? ഭേദഭാവം ഉണ്ടാകുമ്പോൾ, ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ആരും ബ്രാഹ്മണൻ ക്ഷത്രിയന് എന്ന് പട്ടി പൂച്ചിയായാലും എല്ലാത്തിനെയും ബ്രഹ്മമായി കാണാനുള്ള ആ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് എന്ത് സഭയ്ക്ക് പറ്റുന്നത്? ഭഗവത് ഭക്തി. അതാണ് ഭഗവത് ഭക്തി. അപ്പോഴാണ് ബ്രഹ്മസായുജ്യം. അതുപോലെ തന്നെയാണ് ഈ വിദ്വേഷം വെച്ചുകൊണ്ടിരുന്ന ശിശുപാലാദികളായ രാജാക്കന്മാര് ശത്രുത മൂലമുണ്ടായ ഭഗവത് ധ്യാനം കൊണ്ടാണ് ഭഗവാന്റെ സായുജ്യം പ്രാപിച്ചത്. അത് മുമ്പ് പറഞ്ഞതാണ്. ഇവരെ ശത്രുത കൊണ്ട് എപ്പോഴും ഭഗവാനെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. നമുക്കറിയാലോ, നിരീശ്വരവാദികൾ ഏത് സമയവും അവരെ മനസ്സിൽ ഈശ്വരനില്ല ഈശ്വരനില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കലാണ്. അപ്പം അപ്പോൾ അവരുടെ മനസ്സെപ്പോൾ ഈശ്വരൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലും ഈശ്വരനോടായിട്ട് ബന്ധമുണ്ട്. നേരമറിച്ച് വിശ്വാസിയാണെങ്കിൽ ആവശ്യം വരുമ്പോഴേ ഈശ്വരനെ വിളിക്കും. പക്ഷെ മറ്റവരതല്ല, അവരെ എപ്പോഴും മനസ്സ് ഗാഠമായിട്ട് ആ ഈശ്വരൻ്റെ നിരക്ക്. അപ്പോൾ ഈശ്വരൻ ഇപ്പം നല്ല പറഞ്ഞാലും മോശം പറഞ്ഞാലും ഒരുപോലെ തന്നെയാണ്. കാരണം അത് നിർഗുണമാണ്. ഈശ്വരന് നല്ലയില്ല, മോശമില്ല, പാപമില്ല, പുണ്യമില്ല. അതിനോട് ചേർന്നിരിക്കണം, അത്രയേ ഉള്ളൂ. അത് ചീത്ത പറഞ്ഞായാലും വേണ്ടിയില്ല, എങ്ങനെയായാലും അതിനോട് എപ്പോഴും അതിൽ തന്നെ മനസ്സ് വെച്ചിരിക്കുന്നവർ സായുജ്യം നേടും. അപ്പോൾ ആരാണ്? എപ്പോഴും നിരീശ്വരവാദികൾ തന്നെയാണ് ഏത് സമയ പ്രഭാഷണമായിട്ട് നടക്കുന്നത്. ഭക്തന്മാർ അതൊന്നുമില്ല, അവർക്ക് ആവശ്യം വരുമ്പോൾ മാത്രം അമ്പലത്തിൽ പോകും. എന്നിട്ട് 41 പറയാണ്, ശത്രുക്കളായിട്ട് കൂടി ശിശുപാലനും മറ്റും സായുജ്യം ലഭിച്ചതിനെ കുറിച്ച് അങ്ങ് ചോദിച്ചുവല്ലോ, അതിങ്ങനെ പറഞ്ഞു തന്നു. അങ്ങ് ചോദിച്ച പ്രകാരം നമ്മൾ വിസ്തരിച്ച് തന്നെ എല്ലാ കാര്യം പറഞ്ഞു തന്നിരിക്കുകയാണ്. ശിശുപാലനെല്ലാം എങ്ങനെയാണ് സായുജ്യം നേടിയത്? അവരെല്ലാം അസുരന്മാരാണ്, എന്നിട്ടും കൂടി അവർക്ക് സായുജ്യം കിട്ടുന്നു, പക്ഷെ ദേവന്മാർക്കൊന്നും കിട്ടുന്നില്ല. ഇനി 42 ബ്രാഹ്മണ സംരക്ഷണം ചെയ്യുന്ന ദേവനും മഹാമനസ്കനുമായ ശ്രീകൃഷ്ണന്റെ പരമപവിത്രമായ നൃസിംഹാവതാര കഥയാണിത്. ഈ നരസിംഹ കഥ എന്ന് പറയുന്നത് കൃഷ്ണന്റെ കഥയും കൂടിയാണ്. എല്ലാ നല്ല ആൾക്കാരുടെയും സംരക്ഷകനും മഹാമനസ്കനുമായ ശ്രീകൃഷ്ണന്റെ തന്നെ രൂപമാണ് നരസിംഹൻ. പറഞ്ഞത് ഇതെല്ലാം ബ്രഹ്മം തന്നെയാണ്. കഥയിൽ ഓരോ കാലത്തില് അതിനെ ഓരോ പേരിൽ വിളിക്കുന്നു എന്നേ ഉള്ളൂ. ബ്രഹ്മത്തിന് നിർഗുണമാണ്. ആ നിർഗുണമായ ബ്രഹ്മം തന്നെയാണ് ഗോത്ര കാലഘട്ടത്തില്, ആ കാലത്തെയാണ് പരശുരാമൻ എന്ന് പറയുന്നത്. കാലമാണ് ലോകത്തെ മാറ്റിമറിക്കുന്നത്. അതാണ് 1-ാം ലോകമഹായുദ്ധത്തെ നയിക്കുന്നത്. 2-ാം ലോകമഹായുദ്ധം രാമന്റെ കാലഘട്ടം. അപ്പോൾ ആ കാലഘട്ടത്തിലെ ശക്തിയാണ് 2-ാം ലോകമഹായുദ്ധം ഉണ്ടാക്കിയിട്ട് ലോകത്തെ മാറ്റിയത്. ആ ശക്തിയെയാണ് രാമൻ എന്ന് പറയുന്നത്. 3-ാം ലോകമഹായുദ്ധത്തിന്റെ കാലം ആണ് 3-ാം ലോകമഹായുദ്ധം ഉണ്ടാക്കിയിട്ട് ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്നത്. അതാണ് ആ കാലത്തെയാണ് കൃഷ്ണനായിട്ട് പറയുന്നത്. എന്നിട്ടെന്ന് പറയുന്നു, അതിലെ ഹിരണ്യാക്ഷനും ഹിരണ്യകശുവിൻ്റെയും ആയ അസുരന്മാരുടെ സംഹാര വൃത്താന്തം അടങ്ങിയിരിക്കുന്നു. അതിൽ ഇവരുടെ മരണത്തെ പറ്റിയാണ് പറയുന്നത്. 43 മുതൽ 45 വരെ പറയുകയാണ്. ഭഗവത് ഭക്തനായ പ്രഹ്ലാദന്റെ കാര്യങ്ങളെല്ലാം ക്രമത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഭക്തി, ജ്ഞാനം, വൈരാഗ്യം എന്നിവയെ പറ്റി പ്രഹ്ലാദനുമായിട്ട് ബന്ധപ്പെട്ട് അത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സൃഷ്ടിസ്ഥിതി സംഹാരമെല്ലാം ശ്രീഹരിയുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. ഗുണകർമ്മങ്ങളുടെയും വർണ്ണനയെല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ട്. സാത്വികന്മാരായ ദേവന്മാരുടെയും താമസക്കാരായ അസുരന്മാരുടെയും എല്ലാം പദവികളെ പറ്റിയെല്ലാം അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കാലഗതിക്കനുസരിച്ചുണ്ടാകുന്ന മാറ്റങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഓരോ കാലത്തിനനുസരിച്ച് മാറ്റം വരും. അതായത്
പണ്ട് സൃഷ്ടി സമയത്ത് ആരായിട്ടാണ് ജനിച്ചത്? ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും. പിന്നെ കൃഷ്ണന്റെ രാമന്റെ കാലഘട്ടത്തിൽ നേരത്തെ പറഞ്ഞ കുംഭകർണ്ണെല്ലാം പറഞ്ഞല്ലോ. പിന്നെ കൃഷ്ണന്റെ കാലത്തിൽ ശിശുപാലനും ജന്തവൊക്കെ. ഇങ്ങനെ ഓരോ കാലത്തിനനുസരിച്ച് മാറ്റം വരുന്നതേ ഉള്ളൂ. ഇതെല്ലാം പിന്നെ യാതൊരു ഭഗവത് ഭക്തിയിലൂടെ സർവേശ്വരനെ പ്രാപിക്കാമോ അതുമായി ബന്ധപ്പെട്ട ആചരണങ്ങളെല്ലാം എങ്ങനെ ബ്രഹ്മസാക്ഷാത്കാരം എന്നത് അത്തരം കാര്യങ്ങളെല്ലാം ഈ കഥയിലൂടെ വിവരിച്ചിട്ടുണ്ട്. ഇനി 46 പറയാണ്, ഭഗവാന്റെ ഈ വീരകൃത്യങ്ങൾ വർണ്ണിക്കുന്ന കഥ യാതൊരാള് ശ്രദ്ധയോടെ ശ്രവിക്കുന്നുവോ അല്ലെങ്കിൽ എന്നിട്ട് അതിനെപ്പറ്റി കീർത്തി ചെയ്യുന്നുവോ അവര് സംസാര ചക്രത്തിൽ നിന്നും കർമ്മപാശത്തിൽ നിന്നും ബന്ധനത്തിൽ നിന്നെല്ലാം മുക്തമാകും എന്ന് പറയുകയാണ്. ഇത് 47 ശ്രീഹരിയുടെ നരസിംഹമൂർത്തിയുടെ ലീലകള്, അസുരരായ ഹിരണ്യകശിപുരുടെ സംഹാരം, ഇതെല്ലാം പിന്നെ സത്തുക്കളിൽ അഗ്രഗണ്യനായ പ്രഹ്ലാദന്റെ മാഹാത്മ്യം, ഇവയെല്ലാം ഏതൊരാൾ ഏകാഗ്ര മനസ്സോടെ ശ്രവിച്ചിട്ട് പാരായണം ചെയ്യുന്നുവോ അവരുടെ ലോകം എന്തായിരിക്കും? ഭീതിയൊന്നും ഇല്ലാത്തതായിട്ട്, ഒരു പേടിയില്ലാത്തതായിട്ട് മാറും. ഇനി 48 മനുഷ്യലോകത്തിൽ നിങ്ങൾ പാണ്ഡവർ. അപ്പം ആരോടാണ് ഇത് പറയുന്നത്? യുധിഷ്ഠിരനോട്. നിങ്ങൾ പാണ്ഡവര് അത് ഭാഗ്യവാന്മാരാണ്. കാരണം ആ പരബ്രഹ്മം തന്നെയാണ് മനുഷ്യലക്ഷണത്തോടെ നിഗൂഢമായി നിങ്ങളുടെ ഗ്രഹത്തിൽ വസിക്കുന്നത്. നിങ്ങളുടെ ഇടയിൽ ആ കൃഷ്ണനായിട്ട് വന്നത് ആരാണ്? ഈ ആ ബ്രഹ്മം തന്നെയാണ് ശ്രീകൃഷ്ണനായിട്ട് വന്നത്. ലോകത്തെ പവിത്രീകരിക്കുന്ന മുനിമാർ പല ദിക്കിൽ നിന്നും അവിടെ വന്നു. അപ്പോൾ ലോകത്തെ പവിത്രീകരിക്കുന്ന മുനിമാരും വന്നു. അപ്പോൾ ഈ യുധിഷ്ഠിരൻ്റെ കാലത്താണ് കൃഷ്ണൻ്റെ കഥ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് എഴുതിയിരിക്കുന്ന ആരാണ്? മുനിമാരാണ്. അപ്പം ഈ മുനിമാരെല്ലാം ആ സമയത്താണ് വന്നിരിക്കുന്നത്. ആ മുനിമാരാണ് ഈ കൃഷ്ണൻ്റെ പേരെല്ലാം പറഞ്ഞിരിക്കുന്നത്. അല്ലെ മുനിമാരില്ലെങ്കിൽ ഈ കൃഷ്ണൻ്റെ പേരെല്ലാം എവിടുന്ന് കിട്ടാൻ? ആ ബ്രഹ്മം എന്നുള്ള പേരെല്ലാം ഇതെല്ലാം ഇവരുടെ സൃഷ്ടിയാണ്. അപ്പോൾ മുനിമാരും വന്നു, കൃഷ്ണൻ്റെ കഥയും ഈ കാലഘട്ടത്തിൽ രചിച്ചു. അതുകൊണ്ട് നിങ്ങൾ വലിയ ഭാഗ്യവാന്മാരാണെന്ന് പറയുകയാണ് പാണ്ഡവരുടെ കാലഘട്ടം. കാരണം അത്രയും വലിയ മുനിമാരെയെല്ലാം നിങ്ങൾക്ക് കിട്ടി. അതിലൂടെ കൃഷ്ണൻ്റെ ഇത്രയും വിസ്തരിച്ച് പറഞ്ഞു തന്നിട്ടിരിക്കുകയല്ലേ. അതിന് മുമ്പിൽ അതൊന്നും ഇല്ലാലോ. ഇവരാണല്ലോ ആ കൃഷ്ണന്റെ കാലഘട്ടത്തിൽ എഴുതുന്ന മാതിരിയാണ്, വേദവ്യാസന്റെ കഥ മാതിരിയല്ലേ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് പറയുന്നു? 49 മഹാന്മാർ ആരാഞ്ഞുകൊണ്ടിരുന്ന പരമാനന്ദ സ്വരൂപനായ പരബ്രഹ്മം തന്നെ ശ്രീകൃഷ്ണൻ. എല്ലാവരും ബ്രഹ്മസാക്ഷാത്കാരത്തിന് ശ്രമിക്കുന്ന ആരെയാണോ ആ ശക്തിയെ തന്നെയാണ് ശ്രീകൃഷ്ണനായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. നിന്തിരുവടി നിങ്ങളുടെ അദ്ദേഹം ആരായിരുന്നു? നിങ്ങൾക്ക് പ്രിയങ്കരനായിരുന്നു. ഹിതകാര്യം നിങ്ങളുടെ ഹിതം സംരക്ഷിക്കുന്നവരായിരുന്നു. അമ്മാവൻ്റെ മകനായിരുന്നു. പൂജനീയനായിരുന്നു. കിങ്കരനും ഉപദേശം നൽകുന്ന ഉപദേഷ്ടാവും നിങ്ങളുടെ ആത്മാവ് തന്നെ ആയിരുന്നുവല്ലോ എന്ന് ചോദിക്കുകയാണ്. 50 യാതൊരുവന്റെ സ്വരൂപം, ആ ഒരു ശക്തിയുടെ സ്വരൂപം ബ്രഹ്മ പരമശിവൻ മൂലാവരാൽ പോലും അവരുടെ ബുദ്ധി കൊണ്ട് ശരിയാം വിധം നിരൂപണം ചെയ്തിട്ടില്ല. ബ്രഹ്മാവിനും പരമശിവനും പോലും ഈ കൃഷ്ണന്റെ അല്ലെങ്കിൽ ഈ ബ്രഹ്മത്തിന്റെ രൂപം ശരിയായിട്ട് വർണ്ണന ചെയ്ത് കിട്ടിയിട്ടില്ല. കാരണം അവരെല്ലാം പണ്ട് സൃഷ്ടിയുടെ സമയത്താണ്. ഈ വേദവ്യാസനെല്ലാം ഏത് കാലം വെച്ചിട്ടാണ് പറയുന്ന മാതിരിയാണ് പറഞ്ഞിരിക്കുന്നത്? യുധിഷ്ഠിരന്റെ കാലം വെച്ചിട്ടുള്ള നിലയിലാണല്ലോ കഥ എഴുതിയിരിക്കുന്നത്. അപ്പൊ ശിവനും മറ്റെല്ലാം അതിന് മുമ്പിലെ എത്രയാണ്? അവർക്ക് പോലും ഈശ്വരനെ മനസ്സിലായിട്ടില്ല. ആ ഈശ്വരനെ കൃഷ്ണനിലൂടെ ഋഷികള് നിങ്ങളെ കാലഘട്ടത്തിലാണ് എഴുതി പിടിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അങ്ങനെയുള്ള ഭക്തജനങ്ങളുടെ പാലകനായ ആ ശ്രീകൃഷ്ണന് നമ്മളോട് പ്രസാദിക്കണേ എന്നും പറഞ്ഞിട്ട് നിർത്തുകയാണ്. അപ്പം 51 യുധിഷ്ഠിരൻ പറയുകയാണ്, 51 എന്നിട്ട് യുധിഷ്ഠിരനോട് പറയുകയാണ്, അങ്ങയുടെ ശ്രീകൃഷ്ണ ഭഗവാൻ മുമ്പൊരിക്കൽ അറ്റമില്ലാത്ത മായാശക്തിയുള്ളവനായ മായാസുരനിൽ, അപ്പം നിങ്ങളുടെ
അങ്ങയുടെ ശ്രീകൃഷ്ണ ഭഗവാൻ, ശ്രീകൃഷ്ണന്റെ ഒരു ഗുണം വർണ്ണിക്കുകയാണ്. അങ്ങയുടെ ശ്രീകൃഷ്ണ ഭഗവാൻ മുമ്പൊരിക്കല് അറ്റമില്ലാത്ത മായാശക്തിയുള്ളവനായ മയാസുരനാൽ തടവേൽപ്പിക്കപ്പെട്ടു. ആരെ? പരമേശ്വരൻ, രുദ്രനെ പോലെ പണ്ടൊരിക്കല് ഈ മയാസുരൻ മായയെ കൊണ്ട് സൃഷ്ടിച്ചതാണ് ഈ ലോകം. അതുകൊണ്ടാണ് മയാസുരൻ എന്ന് പറഞ്ഞത്. മായയുണ്ടാകുന്ന അസുരൻ. ആ മയാസുരൻ എന്ത് ചെയ്ത് രുദ്രനെ പോലെ ഒരിക്കൽ തടഞ്ഞു വെച്ചു. അപ്പോൾ ഈ നിങ്ങളുടെ ശ്രീകൃഷ്ണനാണ് അദ്ദേഹത്തിൻ്റെ കീർത്തിയെ വളർത്തിയെടുത്തത്. അപ്പൊ രുദ്രൻ പോലും ആ മയാസുരൻ്റെ അടുത്ത് തോറ്റപ്പോൾ ഒരവസരത്തിൽ കൃഷ്ണനാണ് അവരുടെ രുദ്രൻ്റെ അല്ലെങ്കിൽ പരമേശ്വരൻ്റെ കീർത്തി വീണ്ടെടുത്ത് കൊടുത്തത്. അപ്പൊ 52 രാജാവ് ചോദിക്കുകയാണ്, മഹേശ്വരന്റെ കീർത്തിയെ ഏതു തരത്തിലാണ് മയാസുരൻ നശിപ്പിച്ചത്? അദ്ദേഹത്തിന്റെ കീർത്തി എങ്ങനെയാണ് നശിപ്പിച്ചത്? ഈ കൃഷ്ണൻ അതെങ്ങനെയാണ് വീണ്ടെടുത്ത് കൊടുത്തതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ 53 നാരദൻ പറയുകയാണ്, ശ്രീകൃഷ്ണന്റെ ശക്തിയാൽ ദേവന്മാർ യുദ്ധത്തിൽ അസുരന്മാരെ തോൽപ്പിച്ചപ്പോൾ അവർ മയനെ ശരണം പ്രാപിച്ചു. സാധാരണ പാണ്ഡവരും കൗരവരും യുദ്ധം ചെയ്യല്ലോ. അപ്പം കൃഷ്ണൻ പാണ്ഡവരല്ല, ദേവന്മാരും അസുരന്മാരെ എപ്പോൾ യുദ്ധമാണല്ലോ. അപ്പം ദേവന്മാരുടെ പക്ഷത്താണ് ആര് നിൽക്കുക? കൃഷ്ണൻ നിൽക്കുക. അതുകൊണ്ട് എപ്പോഴും അസുരന്മാരെ തൂക്കും. അപ്പോൾ അസുരന്മാരെന്ത് ചെയ്തു? മയാസുരൻ്റെ അടുത്തേക്ക് പോയി. അപ്പം 54 സമർത്ഥനായ ആ മയാസുരൻ എന്ത് ചെയ്തു? സ്വർണം, വെള്ളി, ഇരുമ്പ് എന്നിവയെ കൊണ്ടുള്ള 3 വ്യോമയാന നഗരങ്ങൾ നിർമ്മിച്ചു. അപ്പം വ്യോമയാന നഗരങ്ങൾ എന്ന് പറയുന്നത് ഗ്രഹങ്ങളാണ്. അപ്പം നമ്മൾ കഥയിൽ എവിടെ എത്തിയിരിക്കുന്ന സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ഭൂമിയെ വെച്ചു ചുറ്റിച്ചു എന്നാണ് പറയുന്നത്. അപ്പം മറ്റുള്ള ഗ്രഹങ്ങളും അവിടെയുണ്ട്. ആ ഗ്രഹങ്ങളെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഈ കഥയിലേക്ക് കടന്നിരിക്കുന്നത്. അതേതാണ് 3 ഗ്രഹങ്ങൾ? സ്വർണം, വെള്ളി, ഇരുമ്പ് കൊണ്ടുള്ള ഗ്രഹങ്ങൾ. സ്വർണം എന്ന് പറയുന്നത് ജൂപ്പിറ്റർ, വ്യാഴം. വെള്ളി എന്നത് ശുക്രൻ, ഇരുമ്പ് എന്നത് അയർ. പ്രധാനപ്പെട്ട 3 ഗ്രഹങ്ങൾ വ്യാഴനും ശുക്രനും ശനിയും. ഈ ഗ്രഹങ്ങളാണ് ഈ സൗരയൂഥത്തിലുണ്ട്. അപ്പം നേരത്തെ ഭൂമിനെ പറഞ്ഞ കൂട്ടത്തിൽ ഈ ഗ്രഹങ്ങളെയും കൂടിയും പറഞ്ഞിട്ട് ഇതാണ് കാരണം. നമ്മളിലുള്ള വിചാരങ്ങൾ, ഈ ഭൗതിക ലോകത്തിലെ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് ഈ ഗ്രഹങ്ങളാണ്. നമ്മുടെ നാഡികളിലൂടെ വിചാരങ്ങളെല്ലാം ഉണ്ടാക്കുന്ന പലതരം വികാരം. ശുക്രനാണെങ്കിൽ ശുക്രദശ എന്ന് പറയുന്ന സുഖത്തിൻ്റെ പിന്നാലെ പോവുക. മറ്റേ ശനിയാണെങ്കിൽ കഷ്ടപ്പാട്, ദാരിദ്ര്യം, അങ്ങനത്തെ എല്ലാം ഉണ്ട്. പിന്നെ വ്യാഴനാണെങ്കിൽ ആത്മീയപരമായ ബുദ്ധിപരമായ കാര്യങ്ങൾ. ഇതെല്ലാം തമ്മിലുള്ള ഇതെല്ലാം ഭൗതിക വിഷയങ്ങളാണല്ലോ. അപ്പം ഈ ഗ്രഹങ്ങളെ കൊണ്ടാണ് ഈ ലോകം എന്തായിപ്പോയത്? ഇങ്ങനെ മായയിലകപ്പെട്ടു പോയത് എന്നാണ് പറയുന്നത്. അത് ആരുണ്ടാക്കിയത്? മയാസുരൻ. എന്നിട്ട് 55 അവനെന്താണ്? കാണാത്ത ഗമനശക്തിയുണ്ട്. അതിൻ്റെ ഗമനത്തെ നമുക്ക് കാണാൻ പറ്റില്ല. ആ ശുക്രനും ഈ ഗ്രഹങ്ങളെല്ലാം വളരെ വേഗത്തിൽ ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. പക്ഷേ നമുക്കത് ശരിക്കും മനസ്സിലാവില്ല. അനേക ഉപകരണങ്ങളുണ്ട് അവരുടെ കൈമിൽ. നമ്മളെല്ലാം പല തരത്തിലാണ് വിചാരങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് കൺട്രോൾ ചെയ്യുന്നത്. എന്നിട്ട് 55 പറയുകയാണ്, പല വിരോധം വെച്ച് അസുരന്മാർ അവരുടെ സഹായത്താൽ 3 ലോകങ്ങളെയും തകർത്തു. അപ്പം ഈ 3 ലോകങ്ങളെയും അത് കീഴടക്കി എന്നാണ്, തകർത്തു എന്നതുകൊണ്ട് പറയുന്നത് കൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഈ 3 ഗ്രഹങ്ങൾ എന്ത് ചെയ്തു? ഈ ഭൗതിക ലോകത്തിൽ എല്ലാം മായയിൽപ്പെടുത്തിക്കൊണ്ട് ഒരുമാതിരി സംസാര ചക്രത്തിൽ കഷ്ടതയും ദുരിതവും എല്ലാം ആക്കിക്കൊണ്ട് മാറ്റി തീർത്തു എന്നാണ് ഇവിടെ പറയുന്നത്. 3 ലോകവും കീഴടക്കി ഈ ഗ്രഹങ്ങൾ. എന്നിട്ട് 56 അതുകൊണ്ട് ലോകവാസികളെല്ലാം ലോകപാലകരോടൊത്ത് ശ്രീ പരമേശ്വരനെ സമീപിച്ചിട്ട് പറഞ്ഞു. അവരെല്ലാം പരമേശ്വരനെ സമീപിച്ചിട്ട് പറഞ്ഞു, ഭഗവാനെ, ത്രിപുരവാസികളായ അസുരന്മാരാൽ നശിക്കപ്പെട്ട് ഞങ്ങളെ രക്ഷിക്കണം. നമ്മളെല്ലാം അവർ നശിപ്പിച്ചിരിക്കുകയാണ്, ഈ ലോകത്തിലുള്ളവരെയെല്ലാം.
അതായത് ബൗദ്ധിക സുഖങ്ങളിൽ പെട്ട് ദുരിദ്രമാണല്ലോ. നമ്മുടെ സാധാരണ ജീവിതം എന്ന് പറഞ്ഞാൽ ദുരിതപൂർണമാണ്. മോക്ഷം ലഭിക്കുമ്പോഴേ സുഖമുണ്ട്. അപ്പൊ അതിനുള്ള കാരണം ഈ 3 പ്രധാനപ്പെട്ട ഗ്രഹങ്ങളാണ്. 57. അപ്പോൾ പരമേശ്വരൻ പറഞ്ഞു, പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ ശരിയായി കളയാമെന്ന നിലയിൽ ദേവന്മാരെ അനുഗ്രഹിച്ച ശേഷം വില്ല് എടുത്തിട്ട് അമ്പ് തൊടുത്തിട്ട് ത്രിപുരത്തിലേക്ക് അയച്ചു. 58. അതിൽ നിന്നും തീ വർഷിച്ചുകൊണ്ട്, ഏതിൽ നിന്ന്? സൂര്യനിൽ നിന്നും തീ വരുന്നത് പോലെ ചുട്ടുപഴുത്ത തീ വന്നിട്ട് അതിൻ്റെ ഫലമായിട്ട് ഈ 3 പുരങ്ങളും കാണപ്പെടാതായി, അപ്രത്യക്ഷമായി പോയി. ഈ ആയുധത്തിന്റെ ശക്തി കൊണ്ട് അപ്രത്യക്ഷമായി എന്നേ പറയുന്നുള്ളൂ. അത് ഒന്നും പോയിട്ടൊന്നുമില്ല, അപ്രത്യക്ഷമായി, മറഞ്ഞുപോയി. അപ്പോൾ മയാസുരൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ 59 അതിലുള്ള അസുരന്മാരെല്ലാം ബോധം കെട്ട് വീണു, ഈ 3 പുരങ്ങളിലുള്ളവരും. അപ്പം മയാസുരൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവരെ എടുത്തുകൊണ്ട് വന്നിട്ട് ഒരു കിണറിൽ അമൃത് നിറച്ചിട്ട് അതിൻ്റെ അകത്ത് അവരെ മുക്കി വെച്ചു. കിണറിൽ അമൃത് നിറയ്ക്കുക എന്ന് പറഞ്ഞാൽ അമൃത് പുനർജീവിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അമൃത് കുടിച്ചപ്പോൾ അവർക്ക് ഉന്മേഷം വന്നു. 60 അവ അമൃത് ലഭിച്ചപ്പോൾ അവരുടെ ശരീരം ദൃഢഗാത്രരായി തേജസ്വികളായ അവര്, ഈ അസുരന്മാരെല്ലാം ത്രിപുരാസുരന്മാര് മേഘങ്ങളിൽ നിന്നും മിന്നൽ വരുന്നതിനെ പോലെ അതിൽ നിന്നും പിടഞ്ഞെഴുന്നേറ്റു. അപ്പോൾ 61 ശ്രീകൃഷ്ണ ഭഗവാൻ നിലച്ചത് നടക്കാതെ മനപ്രയാസത്തോടു കൂടി ഇരിക്കുന്ന പരമശിവനെ കണ്ടിട്ട്, പരമശിവനെ കണ്ടു, അയ്യോ അങ്ങേര് തോറ്റുപോയല്ലോ മയാസുരൻ്റെ അടുത്ത്. കാരണം ദേവതകളെല്ലാം മായക്ക് അടിമപ്പെട്ടാണ് നിൽക്കുന്നത്. അത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ഈശ്വരൻ മാത്രമേ മായക്ക് പുറമേ ഉള്ളൂ. ബാക്കി ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരന്മാരെല്ലാം മായയിൽ പെട്ടുകൊണ്ട് തന്നെയാണ് അവരുടെ, നമ്മൾ ജോലി ചെയ്യുന്നവരെ അവരും ജോലി ചെയ്യുകയാണ്. ഇവരെല്ലാം മായക്ക് അടിമപ്പെട്ടിട്ട് തന്നെയാണ്. അപ്പം ഈ കൃഷ്ണൻ ഇത് കണ്ടിട്ട്, പരമേശ്വരൻ്റെ ആ അവസ്ഥ കണ്ടിട്ട് അദ്ദേഹത്തിനൊരു യുക്തി തോന്നി. 62 പറയാണ്, കൃഷ്ണൻ സ്വയം എന്തായി ഒരു പശുവായി, ബ്രഹ്മാവ് പശുക്കുട്ടിയായിട്ട് പോയിട്ട് ആ ത്രിപുരങ്ങളിൽ കയറിയിട്ട് ഈ അമൃതെല്ലാം കുടിച്ചു തീർത്തു. അപ്പം പിന്നെ ഇനി അവർക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പോൾ 63 ആ അസുരന്മാർ നോക്കിക്കൊണ്ടിരിക്കെ വിഷ്ണുമായാൽ അകപ്പെട്ടവരായ അവർ തടഞ്ഞില്ല. വിഷ്ണുവിൻ്റെ മായയിൽ അകപ്പെട്ടത് കൊണ്ട് അവിടെയുള്ള അസുരന്മാരൊന്നും ഇദ്ദേഹത്തെ, ഈ പശുക്കുട്ടിയും വന്ന് ഇത് കുടിക്കുന്നതൊന്നും തടഞ്ഞില്ല. പക്ഷേ മഹാസിദ്ധനായ മയൻ അതറിഞ്ഞപ്പോൾ അത്തരത്തിലുള്ള വിധിവിഹിതം ഓർത്തിട്ട്, ആ ഒരു സംഭവം ഓർത്തിട്ട് ആ രസപാലകരോട്, ആ അമൃത് സൂക്ഷിക്കുന്ന രസപാലകരോടായിട്ട് പറഞ്ഞു. ദേവകൾ 64 ദേവകൾ, മനുഷ്യർ, അസുരൻ, മറ്റാരുമോ ആയിക്കൊള്ളട്ടെ, ഈ ലോകത്തിൽ ഒരുവനും അതായത് ഈ ലോകത്തിലുള്ള മനുഷ്യരായാലും ദേവന്മാരായാലും ഞാനായാലും നീ ആയാലും മറ്റൊരുത്തനായാലും ഇവർക്കാർക്കുമേ വിധിയിൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന കാര്യത്തെ തള്ളിക്കളയുവാൻ പറ്റില്ല, വിധി വിപരീതം എടുക്കുവാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് വിധിക്കടിമപ്പെട്ടിട്ടാണ് നമ്മളെല്ലാം മായാലോകത്തിൽ വിധിക്കടിമപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യരെല്ലാം ഇതിലകപ്പെട്ട് കഴിയുന്നവര് ആണ്. എൻ്റെ 65, 66 പിന്നീട് ശ്രീകൃഷ്ണൻ ശ്രീരുദ്രന് വേണ്ടി തൻ്റെ ശക്തികളായ, അപ്പം ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ശക്തി ഉപയോഗിച്ചിട്ട്, ഏതെല്ലാം ശക്തി? ധർമ്മം, ജ്ഞാനം, വൈരാഗ്യം, ഐശ്വര്യം, തപസ്, വിദ്യ, ക്രിയ, ഇങ്ങനെ 7 ശക്തികൾ ഉപയോഗിച്ചിട്ട് 7 തരം, ഏതെല്ലാം 7 തരം? തേരെന്ന് പറഞ്ഞാൽ ധർമ്മം, ജ്ഞാനത്തിലൂടെ സാരഥി, വൈരാഗ്യത്തിലൂടെ കൊടിമരം,
ഐശ്വര്യത്തിലൂടെ കുതിര, തപസ്സിലൂടെ ചാപം, വിദ്യയിലൂടെ കവചം, ക്രിയയിലൂടെ ശരം മുതലായവ ചിട്ടപ്പെടുത്തി. ഈ ആയുധങ്ങളെല്ലാം തൻ്റെ ശക്തിയാൽ നിന്ന് പലതരം ആയുധങ്ങൾ ഉണ്ടാക്കിയിട്ട് ശിവന് കൊടുത്ത് രുദ്രന് കൊടുത്തു എന്നാണ് പറയുന്നത്. 67 ഇവേന്തിയ മഹാദേവൻ തേരിൽ കയറി അമ്പും വില്ലും എടുത്ത് അനന്തരം അഭിജിത്ത് മുഹൂർത്തത്തിൽ വില്ലാൽ അത് തൊടുത്ത് അതിനാൽ 7 പുരങ്ങളെയും നശിപ്പിച്ചു. ഈ 3 പുരങ്ങളെയും നശിപ്പിച്ചു. ഈ 3 പുരങ്ങളെ നശിപ്പിച്ച കഥ വേറൊരു തരത്തിലാണ് വേറൊരു പുരാണത്തിൽ പറയുന്നത്. ഇവിടെ ഇത് അഭിജിത്ത് മുഹൂർത്തത്തിൽ നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ശരിയായ കഥ എന്താണെന്ന് വെച്ചാൽ ഈ സംഭവം അവസാനം പ്രളയ സമയത്ത് സംഭവിക്കുന്നതാണ്. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം കഴിഞ്ഞിട്ട് പ്രളയം വരുന്ന സമയത്ത് ഈ 3 ഗ്രഹങ്ങൾ സൂര്യൻ ശുക്രൻ, ശനി, വ്യാഴം ഈ 3ഉം ഒരേ വരിയിൽ വരണം. എന്നിട്ട് ഇപ്പുറത്തെ ഭാഗത്തു നിന്നാണ് ശിവൻ അമ്പെഴുക. ആ നേർക്ക് നിന്നാലല്ലേ 3നെയും തുളച്ചു പോകുന്നത്. അപ്പം ആ വരയിൽ തന്നെ ആരും നിൽക്കും? ശിവൻ എന്ന് പറയുന്നത് എന്താണ്? സൂര്യനും. അപ്പൊ സൂര്യനും അയക്കുന്നത് ശരമാണ്. ശരം എന്ന് പറയുന്നത് ചൊവ്വയാണ്. അപ്പൊ സൂര്യനും ചൊവ്വയും ബുധനും സൂര്യനും ചൊവ്വയും സൂര്യൻ ശിവൻ അയക്കുന്നതാണ്. ചൊവ്വ എന്ന് പറയുന്നത് അസ്ത്രം ഒരേ വരിയിൽ. പിന്നെ മറ്റു 3 ഏതാണ്? ശനിയും വ്യാഴനും പ്രധാനപ്പെട്ട ശുക്രനും. ഇവർ ഒരു വരിയിൽ വരുമ്പോഴാണ് അസ്തമയുക എന്ന് പറഞ്ഞാൽ ഈ ഗ്രഹങ്ങൾ ഒരേ വരിയിൽ വരുന്ന സമയത്താണ് പ്രളയം നടന്നിട്ട് ലോകം അവസാനിക്കുന്നത്. അതാണ് ശരിയായ കഥ. പക്ഷെ ഇവിടെ ഈ ഗ്രഹങ്ങളെല്ലാം കൂടിയിട്ടാണ് നമ്മളുടെ ഭൗതിക ലോകം ആയിട്ട് മാറുന്നത്. ഈ ഗ്രഹങ്ങളാണ് ഭൗതിക ലോകം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം കൺട്രോൾ ഈ ഗ്രഹങ്ങളിലാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ആ സൃഷ്ടിയിൽ ഭൂമിയെ വെച്ചു. ഭൂമിയെ മാത്രമല്ല, ഇങ്ങനെ പ്രധാനപ്പെട്ട കുറേ ഗ്രഹങ്ങളുണ്ട്. ഇതാണ് ഈ മായാലോകം ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇനി 68, 69. അപ്പോൾ ആകാശത്ത് ദ്വന്ദ്വരൂപ്യം മുഴങ്ങി അനേകം വിമാനങ്ങളിലെ ദേവന്മാര്, ഋഷിമാര് ഇവരെല്ലാം പുഷ്പവൃഷ്ടി നടത്തി എന്നെല്ലാം പറയുകയാണ്. അപ്സരസുകൾ പാടുകയും നിർത്തുകയെല്ലാം ചെയ്തു. 76 ശ്രീ മഹാദേവൻ ഇപ്രകാരം 3 പുരങ്ങളെയും ദഹിപ്പിച്ചു. ത്രിപുരാസുരനെ വധിച്ച കീർത്തി നേടി. ബ്രഹ്മാദി ദേവന്മാർ വാഴ്ത്തിയ ശേഷം അവരവരുടെ പുരിയിലേക്ക് പോയി. ഇത് 71 പറയുവാണ്. പരമാത്മാവും അഖില ലോക ഗുരുവും ആത്മാവുമായ എല്ലാറ്റിൻ്റെയും ആത്മാവുമായ നരാകാരത്തെ അനുകരിച്ചു കൊണ്ടിരിക്കുന്നതുമായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ലീലകൾ ലോകത്തെ ശുദ്ധീകരിക്കുന്നു. ഇത്തരത്തിലുള്ള കൃത്യങ്ങളെല്ലാം ഈ ഋഷികൾ ഗാനം ചെയ്യപ്പെട്ടു. ഋഷികളിലൂടെയാണ് ഈ കഥകൾ ഈ കാലഘട്ടത്തിൽ യുധിഷ്ഠിരൻ്റെ കാലഘട്ടത്തിലെ ഋഷികളാണ് ഈ കഥകളെല്ലാം ഇങ്ങനെ നമ്മളെ മുമ്പിൽ അവതരിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഇനി എന്താണ് ഞാൻ പറഞ്ഞു തരേണ്ടത് എന്നാണ് നാരദൻ എന്നിട്ട് ചോദിക്കുന്നത്.